ഏറ്റവും ബഹുമാനത്തിലുള്ള സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ കേന്ദ്ര മുശാവറ അംഗവും ഈ മഹത്താവുന്ന സംഗമത്തിൻ്റെ അധ്യക്ഷൻ കൂടിയായ സുഹൃത്ത് എ വി അബ്ദുറഹ്മാൻ മുസ്ലിയാർ, വന്ദ്യരായ കോഴിക്കോട് വലിയ ഖാദി സയ്യിദ് മുഹമ്മദ് കോയ ജമീലി തങ്ങൾ, സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ സെക്രട്ടറി ബഹുമാനപ്പെട്ട ഉമർ ഫൈളി മുക്കം, സമസ്ത മുശാവറ അംഗം ബഹുമാനമുള്ള മൗലാന അബൂബക്കർ മുസ്ലിയാർ, ബഹുമാനപ്പെട്ട മുബശ്ശിർ തങ്ങൾ അടക്കമുള്ള വേദിയിലുള്ള സാദാത്തുക്കൾ, മറ്റ് വേദിയിൽ ഉപവിഷ്ടായ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെയും അതിൻ്റെ പോഷക സംഘടനകളുടെയും നേതാക്കന്മാരാവുന്ന പണ്ഡിതന്മാർ, മറ്റ് പ്രധാന വ്യക്തിത്വങ്ങൾ ഈ മഹത്താവുന്ന സംഗമത്തിൽ ഇവിടെ സംബന്ധിച്ച സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ നേതാക്കളും അതിൻ്റെ പ്രവർത്തകരുമൊക്കെയായ ബഹുമാനമുള്ള പണ്ഡിതന്മാർ, ബഹുമാനമുള്ളവരെ, സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ 100-ാം വാർഷികത്തിനോടനുബന്ധിച്ചു കൊണ്ടിട്ട് ആദർശ വിശുദ്ധി നൂറ്റാണ്ടുകളുടെ എന്ന ഒരു പ്രധാനപ്പെട്ട പ്രമേയം, ആ പ്രമേയത്തിൻ്റെ അടിസ്ഥാനത്തിൽ സമസ്ത കേരള ജമിയത്തുൽ ഉലമയും അതിൻ്റെ പോഷക സംഘടനകളും അതിനോട് ബന്ധപ്പെട്ട എല്ലാവരും സമസ്ത കേരള ജമിയത്തുൽ ഉലമയെ സ്നേഹിക്കുന്നവരും അതിനെ ആദരിക്കുന്നവരും ലോകത്തിൻ്റെ ഏതെല്ലാം ഭാഗത്തുണ്ടോ അവരൊക്കെ സംഘടിച്ചുകൊണ്ട് ഈ സമ്മേളനത്തിൻ്റെ വിജയത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ ആവശ്യമാവുന്ന സംവിധാനങ്ങളൊക്കെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഒരു ഭാഗമാണ് കോഴിക്കോട് ജില്ലാ ഉലമാ സമ്മേളനം, സമസ്ത ഉലമാ സമ്മേളനം എന്നത്. സമസ്ത കേരള ജമിയത്തുൽ ഉലമ അത് മഹാന്മാരാവുന്ന നമ്മുടെ അയിമ്മത്ത്, നമ്മുടെ മശായിഖന്മാർ, നമ്മുടെ ഉസ്താദന്മാരൊക്കെ നമ്മളെ പഠിപ്പിച്ചതുപോലെ അത് വിശുദ്ധമാവുന്ന ഒരു ദീനിൻ്റെ സംഘടനയാണ്. ആ സംഘടന ഇവിടെ ആവശ്യമാണെന്ന് അതിൻ്റെ സ്ഥാപക കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന മഹാന്മാരാവുന്ന പണ്ഡിതന്മാർക്കും വരക്കൽ മുല്ലക്കോയ തങ്ങളെപ്പോലുള്ള സാദാത്തുക്കൾക്കൊക്കെ ബോധ്യമായപ്പോൾ മഹാന്മാരാവുന്ന അവരുടെ മശായിഖിൽ നിന്നിട്ട് അതിൻ്റെ ഇഷാറത്തുകളൊക്കെ ലഭിക്കപ്പെടുകയും ചെയ്തപ്പോൾ ഇവിടെ രൂപീകരിക്കപ്പെട്ട ഒരു സംഘടനയാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ. അല്ലാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിൻ്റെ വിശുദ്ധമായ ദീൻ, ആ ദീനിൻ്റെ സംരക്ഷണത്തിന് വേണ്ടി ഓരോ കാലഘട്ടത്തിലും അതിൻ്റെ സംരക്ഷണത്തിന് ആവശ്യമാവുന്ന സംവിധാനങ്ങൾ അള്ളാഹു ഇവിടെ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും. ആ സംവിധാനത്തിൽപ്പെട്ട ഒരു സംവിധാനമാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ. ഇത് മഹാന്മാർ സ്ഥാപിച്ചതായ ഒരു സംഘടനയാണ് സമസ്ത കേരള ജമിയത്ത്. മഹാന്മാർക്കുള്ള ഒരു പൂർണ്ണമായ അവരുടെ ആധിപത്യത്തിലും അവരുടെ ആ പ്രത്യേക നിയന്ത്രണത്തിലും
അതോടൊപ്പം അവരെ മതത്തോടുകൂടി പ്രവർത്തിക്കുന്ന സംഘടനയാണ് സമസ്ത കേരള ജമിയത്ത്. അതാണ് ഈ സംഘടനയുടെ എല്ലാ മേഖലയിലുള്ള അതിൻ്റെ വിജയത്തിൻ്റെ നിദാനം. നമ്മളാരുമല്ല ഇതിനെ നയിച്ചു കൊണ്ടിരിക്കുന്നത്. ഇവിടെ കഴിഞ്ഞു പോയ മഹാന്മാരാവുന്ന അവർക്ക് അവരുടെ മരണാനന്തരം ബർസഖിയായ ലോകത്ത് ലിഅന്നലഹും തസറുഫാത്തിന്ന അവർക്ക് പല ക്രിയവിക്രയങ്ങൾ ചെയ്യാൻ അവർക്ക് കഴിയും. അങ്ങനത്തെ മഹാന്മാരായിരുന്നു സമസ്ത കേരള ജമിയത്തുൽ ഉലമയെ സ്ഥാപിച്ച മഹാന്മാർ. അവർക്ക് ആ ബന്ധം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് എത്തിപ്പെടുന്ന സുശക്തമായ ബന്ധവുമായിരുന്നു. അതുകൊണ്ടാണ് മഹാന്മാർ ഈ സംഘടനയെ അവർ നിയന്ത്രിക്കുകയും ഈ സംഘടനയുടെ എല്ലാവിധ വിജയത്തിനു വേണ്ടി അവർ ബർസഖിയാവുന്ന ആലമിൽ നിന്നുകൊണ്ട് തന്നെ അവരുടെ പ്രത്യേകമാവുന്നതായ തസറുഫാത്തുകൾ ഉണ്ടാവുകയും ചെയ്യുമെന്ന് വിശ്വസിക്കുന്നതായ ആളുകളാണ്. ആ ഒരു സ്വഭാവത്തിലാണ് ഈ സംഘടന അതിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ മുന്നോട്ട് നയിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഗമനവും അതുപോലത്തെ. അപ്പോൾ സമസ്ത കേരള ജമിയത്തുൽ ഉലമ മഹാന്മാരാകുന്ന നമ്മുടെ മശായിഖന്മാർ, നമ്മുടെ അസാത്തിദത്ത് നമുക്ക് കാണിച്ചു തന്ന ആ റൂട്ടിൽ നിന്ന് അണിമണി തൂക്കം അങ്ങോട്ടും ഇങ്ങോട്ടും വ്യതിചലിക്കാതെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വിശുദ്ധ സംഘടനയാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമ. പിന്നെ വിമർശനങ്ങളും ആരോപണങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ അത് ഏത് കാലത്തും എല്ലാ പ്രസ്ഥാനങ്ങൾക്കും എപ്പോഴും ഉണ്ടാവും. മഹാന്മാരാവുന്ന സർവ്വ അമ്പിയാക്കന്മാരും അവരവരുടെ ദഅവത്തിൻ്റെ മേഖലയിൽ ഒരുപാട് വിമർശനങ്ങളെയും ആക്ഷേപങ്ങളൊക്കെ അവർ നേരിട്ടവരാണ്. സമസ്ത കേരള ജമിയത്തുൽ ഉലമയും ഒരുപാട് ആക്ഷേപങ്ങളും അധിക്ഷേപങ്ങളൊക്കെ നേരിട്ടുണ്ട്. മഹാനാവുന്ന ശൈഖുനാ ശംസുൽ ഉലമാ ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് തങ്ങളവர்கள் അവരെ ആക്ഷേപിക്കപ്പെട്ട ഒരു കാലഘട്ടമുണ്ടായി. അവരെ പല നിലക്കും വേദനിപ്പിച്ച ഒരു കാലഘട്ടമുണ്ടായി. അപ്പോൾ ബഹുമാനപ്പെട്ടവർ പറയലുണ്ട്, ഇതൊക്കെ ഒഴിവാക്കിയിട്ട് പള്ളീൻ്റെ മൂലയിൽ വല്ല തസ്ലീമാലേറ്റ് പോയി ഇരുന്നാൽ മതി. ഇത് ഞാൻ ആലോചിക്കാത്തതുകൊണ്ടല്ല, പക്ഷേ ഇത് മഹാന്മാരാവുന്ന മശായിഖന്മാർ എന്നെ ഏൽപ്പിച്ചതാണ്. അപ്പം അവർ ഏൽപ്പിച്ചതുകൊണ്ട് അതിൻ്റെ പിന്നിൽ എന്തെങ്കിലുമൊക്കെ ഗുണങ്ങളുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അവരോടുള്ളതായ ഒരു അവരിൽ നിന്നുള്ള ഒരു പൊരുത്തക്കേടോ അല്ലെങ്കിൽ അവർക്ക് പൊരുത്തമില്ലാത്ത ഒരു മാർഗത്തിൽ കൂടി ആയി പോകാൻ പാടില്ല എന്ന് മനസ്സിലാക്കിയതുകൊണ്ടാണ് ഈ ഏൽപ്പിക്കപ്പെട്ട ദൗത്യത്തിൽ തന്നെ ഞാൻ ഉറച്ചിരിക്കുന്നത്. അപ്പോൾ പ്രയാസങ്ങൾ ഏത് സംഘടനയാണെങ്കിലും ആ സംഘടന സമദീനിയായ സംഘടനകൾക്ക് പ്രത്യേകിച്ച് അങ്ങനെയല്ലേ, ദീനിയായ സംഘടനയല്ലേ ഇവിടെ കീഴ്പ്പെടുത്തേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ നമ്മൾ പറയും നമ്മളെ കുട്ടികളൊക്കെ എന്താ മോശമാണ്, നമ്മളെ കുട്ടികളല്ലേ മോശമാക്കേണ്ട ആവശ്യമുള്ളൂ. മറ്റുള്ള കുട്ടികൾ അടിസ്ഥാനപരമായി അവർ പേച്ചു പോയവരാണെന്നല്ലേ വിളിച്ചു. പിന്നെ അവരെ മോശമാക്കാൻ വേണ്ടി ശൈത്താനൊപ്പം കൂടേണ്ട ആവശ്യമില്ല. അപ്പോൾ ശൈത്താനിക്ക് മറ്റുള്ളവരൊപ്പം കൂടിക്കൊണ്ട് വല്ലാതെ പ്രവർത്തിക്കേണ്ട പണി ഉണ്ടാവില്ല. നമ്മളൊപ്പം ശൈത്താൻ കൂടുള്ളൂ എന്നതുപോലെ ഒരു സംഘടന അത് ശരിയായ ദീനിൻ്റെ സംഘടനയാവുമ്പോൾ ആ സംഘടനയ്ക്കെതിരിൽ പല പ്രവർത്തനങ്ങളും പലരും ഇവിടെ നടത്തിക്കൊണ്ട് അതാര് നടത്തിയാലും അതിനൊക്കെ അതർഹിക്കുന്നതായ അവസ്ഥയോടുകൂടി നമുക്ക് തള്ളിക്കളയാം. അതാണ് ഈ അവസരത്തിൽ പറയുന്നത്. അതൊന്നും ഒരു കാലത്തും ഈ സംഘടനയ്ക്ക് യാതൊരു നിലക്കുള്ള പവർ ഏൽപ്പിക്കുകയില്ല. അപ്പോൾ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഹക്കാവുന്നതായ ഒരു തെയ്യത്തിലാണ് നമ്മളുള്ളത്. മഹാന്മാരാവുന്ന അള്ളാഹുവിൻ്റെ അമ്പിയാവ്, അള്ളാഹുവിൻ്റെ ഔലിയാവ്, ആ വിശുദ്ധാത്മാക്കളൊക്കെ സഞ്ചരിച്ച അതേ പാതയിലാണ് നമ്മളുള്ളത്. ആ പാതയിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു അണുമണി തൂക്കം തെറ്റിപ്പോകാൻ പാടുള്ളതുമല്ല. അപ്പോൾ ഏത് സമയത്തും നമുക്കറിയാം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ശക്തമാവുന്നതായ മദദ്, സഹായം, മഹാന്മാരാവുന്നതായ മശായിഖന്മാരുടെ സഹായമൊക്കെ നമുക്കുണ്ടാവുന്നത്. അവർ നമ്മൾ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് സംഘടനയുടെ പിന്നിൽ വളർച്ചെടുക്കുക എന്നാണ് ആദ്യമായിട്ട് പണ്ഡിതന്മാരാവുന്ന നിങ്ങളോട് നോക്കാം.
പ്രയാസങ്ങൾ ഇപ്പോൾ ഇവിടെ ഇവിടെ പങ്കെടുക്കുന്നതിന് ചിലപ്പോൾ പല നിരോധങ്ങൾ ഏർപ്പെടുത്തപ്പെട്ട ആളുകൾ നിങ്ങളെ കൂട്ടത്തിലുണ്ടാവും. അത് വകവെക്കാതെ നിങ്ങൾ നമ്മൾ ഏൽപ്പിക്കപ്പെട്ട ജോലി കഴിഞ്ഞാൽ ബാക്കിയുള്ള സമയം നമ്മൾ സ്വതന്ത്രരാണോ. നമ്മളേതെങ്കിലും ഒരു ജോലിക്ക് നമ്മളെ വിളിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ ഏൽപ്പിക്കപ്പെട്ട ജോലി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ സ്വതന്ത്രം. ഈ ഇന്ത്യ രാജ്യത്ത് അങ്ങനെ ഓരോരുത്തർക്കും അതിൻ്റേതായ സ്വാതന്ത്ര്യങ്ങളുണ്ട്. ആ സമയം നമുക്ക് ഇഷ്ടപ്പെട്ട മറ്റുള്ള മേഖലയിൽ നമുക്ക് ഉപയോഗപ്പെടുത്താം. ദീൻ്റെ ഖിദ്മത്തിൽ നമുക്ക് ഉപയോഗപ്പെടുത്താം, നമ്മളെ പത്രത്തിൻ്റെ ഖിദ്മത്തിൽ നമുക്ക് ഉപയോഗപ്പെടുത്താം, നമ്മളെ സംഘടനകൾക്ക് വേണ്ടി നമുക്ക് ഉപയോഗപ്പെടുത്താം. അതൊക്കെ ഉപയോഗപ്പെടുത്താം. അതൊരാൾക്കും ഒരു നിലക്കും അതിനെ തടഞ്ഞിടാനോ അല്ലെങ്കിൽ അതിന് വേലിയെട്ടാനോ അധികാരമില്ല എന്ന് മാത്രമല്ല, അങ്ങനെ ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ അത് അർഹിക്കുന്നതായ അവസ്ഥയോടുകൂടി തള്ളിക്കളഞ്ഞാൽ മതി. അത്ര ഈ അവസരത്തിൽ പറയാം. അപ്പം പക്ഷേ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. പണ്ഡിതന്മാരാവുന്ന നമ്മൾ ആ മുൻഗാമികളാവുന്ന നമ്മുടെ മഹാന്മാരാവുന്ന പണ്ഡിതന്മാർ അവർക്കുണ്ടായിരുന്നതായ ഒരു പ്രത്യേക ക്വാളിറ്റി ഉണ്ട്. ആ ക്വാളിറ്റി നമ്മളിലുണ്ടാവണം. കാരണം നമ്മൾ അമ്പിയാക്കന്മാരെ വാരിസ്യങ്ങളാണ്. അമ്പിയാക്കന്മാരെ വാരിസ്യങ്ങളാവുമ്പോൾ അള്ളാഹുവിൻ്റെ ഔലിയ ആവുന്ന ഉലമാവ്, അതാണോ യഥാർത്ഥ ഉലമാവ് എന്ന് പറയുന്നത്. ആ ഉലമാവിനെ സംബന്ധിച്ചിടത്തോളം അവർ അതിൻ്റെ ഇസ്തിഖാമത്തിൻ്റെ യഥാർത്ഥ രൂപത്തിൽ അവർ നിന്നു പോന്നാൽ മഹാന്മാർ രേഖപ്പെടുത്തിയതുപോലെ വസിൻഫു മഫ്തൂറും, ഒരു കൂട്ടം ആളുകൾ അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയതായ ആ പ്രത്യേകമാവുന്ന അവരുടെ ആ ഇസ്തിഖാമത്ത് കൊണ്ട് അവർ ഭൗതികമാവുന്നതായ ആലാത്തുകളിലേക്ക് ആവശ്യമില്ലാത്തതല്ല, ഇലാഹിയാവുന്നതായ ആലാത്തുകൾ ഉപയോഗിച്ചുകൊണ്ടിട്ട് അവർക്ക് അള്ളാഹു അവരെ കണ്ണാവും കാതാവും എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. ആ നിലക്ക് കേൾക്കാനും നടക്കാനും പ്രവർത്തിക്കാനൊക്കെ സാധിക്കും. അങ്ങനെ സാധിക്കണം. അതാണ് യഥാർത്ഥ ആലിം എന്ന് പറഞ്ഞത്. മഹാനാവുന്ന ഇമാം ഷാഫി തങ്ങൾ പറഞ്ഞതുപോലെ ഇതാണ് യഖുലുലമാഉ ഔലിയാഇല്ല ഫലൈസഇല്ലാഹി വലി. ആലിമീങ്ങൾ അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാരല്ലെങ്കിൽ അള്ളാഹു എനിക്ക് വലിയില്ല എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന നമ്മളൊക്കെ അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാരാണെന്നല്ല പറഞ്ഞതിൻ്റെ അർത്ഥം. ഒരു യഥാർത്ഥ ഒരു ആലിമാവണമെന്നുണ്ടെങ്കിൽ അവൻ്റെ വിലായത്തിൻ്റെ സ്വഭാവം ഉണ്ടാവണം. കാരണം അമ്പിയാക്കന്മാരെ വാരിസ്യങ്ങളാണ്. അമ്പിയാക്കന്മാരിൽ നിന്ന് ആ ഇർസിനെ നമ്മൾ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വാസിത്തിയായിക്കൊണ്ട് അമ്പിയാക്കന്മാരിൽ നിന്നുള്ള ഇർസിനെ നമ്മൾക്ക് കൈവശപ്പെടുത്താൻ സാധിക്കണം. അതാണല്ലോ അമ്പിയാക്കന്മാരെ വാരിസ്യങ്ങളാവുമ്പോൾ നേരത്തെ അമ്പിയാക്കന്മാരിലേക്ക് എത്തിപ്പെടാൻ നമുക്ക് സാധ്യമല്ല. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വസാത്തത്തോടു കൂടിയാണ് നമ്മൾ മറ്റുള്ള അമ്പിയാക്കന്മാരിലേക്ക് അവരുമായുള്ള ബന്ധം നമ്മൾ സ്ഥാപിക്കേണ്ടത്. പക്ഷെ അവരെ വാരിസ്യങ്ങളാണെങ്കിൽ എന്ത് വേണം? ഇർസിന് പറ്റിയതായ ഏതെങ്കിലും നിലക്കുള്ള അതിൻ്റെ അസ്ബാബുകൾ അതുണ്ടാവണം. അപ്പോൾ അമ്പിയാക്കന്മാരിൽ നിന്ന് നുബുവത്തിനെ ഇർസായി കൊണ്ട് ലഭിക്കപ്പെടാൻ സാധ്യമല്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ശേഷം മറ്റൊരു നബിൻ്റെ ആവശ്യപ്പെടില്ല. കാരണം വതമ്മത്ത് കലിമത്ത് റബ്ബിക സിദ്ഖൻ വഅദ്ലാണ്. വളരെ സാദിഖത്താവുന്ന കലിമത്തുകൾ, വളരെ ആദിലത്താവുന്ന കലിമത്തുകൾ, താമത്താവുന്ന കലിമത്തുകൾ എന്ന് പറഞ്ഞാൽ ഒരു കാലഘട്ടത്തിലും ഒരു നിലക്കുള്ളതായ ഏതെങ്കിലും പരിവർത്തനത്തിന് വിധേയമാക്കപ്പെടേണ്ടതല്ലാത്ത ഏത് കാലഘട്ടത്തിലും കാലികമാവുന്നതായ ഒരു ശരീഅത്തിനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് അല്ലാഹു അവതരിപ്പിച്ചത്. അതാണ് വതമ്മത്ത് കലിമത്ത് റബ്ബിക സിദ്ഖൻ വഅദ്ല. അത് വളരെ സാദിഖത്താവുന്ന കലിമത്തുകളാണ്. അത് നീതി മാത്രമേ ഉള്ളൂ. അള്ളാഹുവിൻ്റെ നിയമങ്ങൾ, ഏത് നിയമങ്ങളും നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ അതൊക്കെ പൂർണ്ണമായി നീതിയുള്ളതായ നിയമങ്ങളാണ്. അത് പൂർണ്ണമായ കലിമാത്തുകളാണ്. അതിൽ ഏതെങ്കിലും നിലക്കുള്ളതായ നുക്സാനിയത്ത് അള്ളാഹുവിൻ്റെ ആ നിയമങ്ങളിലില്ല. കാരണം ഇലാഹിയായ നിയമങ്ങളാണ്. അപ്പോൾ ഏത് കാലഘട്ടത്തിലും അനുയോജ്യമായ നിലക്കുള്ള എന്നും അതിൽ പുതുമയുള്ള നവത്വമുള്ള ഒരു ശരീഅത്താണ് റസൂലുള്ളാഹിയിലേക്ക് അവതരിപ്പിക്കപ്പെട്ട ശരീഅത്ത്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ശേഷം പിന്നീട് അമ്പിയാക്കന്മാർ വരേണ്ട ആവശ്യപ്പെടുന്നത്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ
ദഅവത്തോടു കൂടി നുബുവത്ത് മുഖേനുള്ളതായ ദഅവത്തിൽ ഇവിടെ അവസാനിപ്പിക്കപ്പെട്ടു. അപ്പോൾ ഒരു നബിയായിക്കൊണ്ട് ഒരാൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള ബന്ധം കൊണ്ടോ അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുഖേന മറ്റുള്ള അമ്പിയാക്കന്മാരോട് ബന്ധപ്പെട്ടുകൊണ്ടോ നുബുവത്തിനെ ഇസ്തിഫാത്ത് ചെയ്യാൻ സാധ്യത. കാരണം നുബുവത്ത് എന്ന് പറഞ്ഞത് അങ്ങനെയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വസിൻഫുൻ മഫ്തൂറുൻ അൽ ഇൻസിലാഖി മിനൽ ഖാദുറാത്തിൽ ബശരിയ്യാത്ത്. പക്ഷേ മനുഷ്യൻ എന്നുള്ള നിലക്കുണ്ടാകുന്ന സർവ്വവൃത്തികേടുകളൊക്കെ പൂർണ്ണമായും കൊണ്ട് നിർമ്മാർജ്ജനം ചെയ്യപ്പെട്ട ഒരു ഫിത്രത്തായിരിക്കും അമ്പിയാക്കന്മാർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുള്ളത്. അത് അല്ലാഹു അതിൽ തന്നെ അവരെ എങ്ങനെ അവരെ കുടുംബ പശ്ചാത്തലം എങ്ങനെ ആവണം, ഏത് കുടുംബത്തിൽപ്പെട്ടവരെയാണ് നബിയാക്കേണ്ടത്, ആ കുടുംബത്തിലേക്ക് എന്തെല്ലാം യോഗ്യതകൾ വേണം, അങ്ങനെ മഹാന്മാർ രേഖപ്പെടുത്തിയതുപോലെ എല്ലാ നിലക്കുള്ള വൃത്തികേടുകളെ തൊട്ടും പൂർണ്ണമായും കൊണ്ട് സംരക്ഷണം ഏർപ്പെടുത്തപ്പെട്ട് നുബുവത്തിൻ്റെ മുമ്പാണെങ്കിലും ഏതെങ്കിലും നിലക്കുള്ള ദോഷങ്ങൾ സംഭവിക്കാതെ സഹുവൻ നിലക്ക് പോലും ഉണ്ടാവാറ് ആ നിലക്ക് വിശുദ്ധമാക്കപ്പെട്ട ഒരു സമൂഹമാണ് അമ്പിയാക്കന്മാർ. അത് അല്ലാഹു സുബ്ഹാനഹു വ തആലാന്റെ പ്രത്യേകമാവുന്ന ഇസ്തിഫ ആണ്. അസരിയായ നിലക്കുള്ള അല്ലാഹുവിൻ്റെ ഇസ്തിഫ. ആ ഇസ്തിഫ ചെയ്യപ്പെട്ട ആളുകളെ നബിയാവുള്ളൂ. അതാണ് നുബുവത്ത് എന്നുള്ളത്. നമുക്ക് നബിൻ്റെ ഒപ്പം കൂടിയിട്ട് നബിയാവാൻ പറ്റില്ല. ഒരു നബിൻ്റെ മകനായി ജനിച്ചതുകൊണ്ട് നബിയാവൂല. ഇപ്പോൾ ഇബ്രാഹിം നബിൻ്റെ മകനായതുകൊണ്ടല്ല ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമും ഇസ്ഹാഖ് നബി അലൈഹി സ്വലാത്തു വസ്സലാമൊക്കെ നബിയായത്, മകനായതുകൊണ്ടല്ല. ഇസ്ഹാഖ് നബിൻ്റെ മകനായതുകൊണ്ടല്ല യാക്കൂബ് നബി നബിയായിട്ടുള്ളത്. യാക്കൂബ് നബിൻ്റെ മകനായതുകൊണ്ടല്ല യൂസുഫ് നബി നബിയായിട്ടുള്ളത്. അതൊക്കെ അസലിയായ അള്ളാഹുവിൻ്റെ ഇസ്തിഫാകളാണ്. അള്ളാഹു പ്രത്യേകമായും കൊണ്ട് തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിത്വങ്ങളാണ്. അവർക്ക് മാത്രമേ നബിയാവാൻ സാധിക്കുള്ളൂ. അവരെ അള്ളാഹു നബിയായി കൊണ്ട് നിയോഗിക്കുള്ളൂ. അപ്പോൾ അമ്പിയാക്കന്മാരുമായിട്ട് ബന്ധമുണ്ടായാൽ അമ്പിയാക്കന്മാരുടെ ഇർഫ് ആവുന്ന ആ വിശുദ്ധമാവുന്ന ശരീഅത്തിൻ്റെ ഉലൂമുകൾ നമുക്ക് ലഭിക്കപ്പെടും. ആ ബന്ധം നമ്മൾ എങ്ങനെയാണ് അമ്പിയാക്കന്മാരുമായി സ്ഥാപിക്കേണ്ടത്? അത് ഏതൊരു നുബുവത്ത് എടുത്ത് നമ്മൾ പരിശോധിച്ച് നോക്കിയാലും അതിൻ്റെ ബാത്തിൽ വിലായത്താണെന്ന് പലപ്പോഴും ഷെയ്ഖുനൊക്കെ പറയലുണ്ട്. അതായത് ഇസ്തിഖാമത്തിൻ്റെ സ്വഭാവങ്ങളായിരിക്കും അമ്പിയാക്കന്മാർ. ആ സ്വഭാവങ്ങൾ അമ്പിയാക്കന്മാരിൽ നിന്നും നമ്മൾ ഇസ്തിഫാത്ത് ചെയ്യണം. അതാണ് ഇമാം ഷാഫി തങ്ങളൊക്കെ പറഞ്ഞത്. ഇതാണ് യകുനിൽ ഔലിയ ഉലമാഉ ഔലിയാഇല്ല ഫലൈസ ലില്ലാഹി വലി. ആലിമീങ്ങൾ അല്ലാഹുവിൻ്റെ ഔലിയാക്കന്മാരല്ലെങ്കിൽ അല്ലാഹു എനിക്ക് വലിയില്ല എന്ന് പറഞ്ഞാൽ ഒരു ആലിമിൽ അടിസ്ഥാനപരമായി ഉണ്ടാവേണ്ട സ്വഭാവം അത് വിലായത്തിൻ്റെ സ്വഭാവമാണ്, അത് ഇസ്തിഖാമത്തിൻ്റെ സ്വഭാവമാണ്. അപ്പം മുൻകഴിഞ്ഞ നമ്മുടെ മഹാന്മാരാവുന്ന നമ്മുടെ ഉസ്താദന്മാർ, നമ്മുടെ മശായിഖന്മാർ ഉണ്ടായിരുന്ന ആ വിശുദ്ധമാവുന്ന ഇസ്തിഖാമത്തിൻ്റെ ആ സ്വഭാവം നമ്മളിൽ ഉണ്ടാവണം. ആ സ്വഭാവം ഉണ്ടായാൽ ഈ ദഅവത്തുമായിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുള്ളൂ എന്ന് പറഞ്ഞാൽ അവരുടെ ദഅവത്തെ ഉദ്ദേശിക്കപ്പെടുന്നത് പോലെ ഇവിടെ പ്രതിഫലിക്കപ്പെടും. ആ സ്വഭാവം ഇല്ലാത്തവരിവിടെ ദഅവത്ത് ചെയ്താൽ ദഅവത്ത് ഇവിടെ ഉണ്ടാവില്ല എന്നല്ല, ആ ദഅവത്ത് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നതായ ഗുണങ്ങളുണ്ടാവില്ല. അതാണെന്ന് കാണപ്പെടുന്നത്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പണ്ഡിതന്മാർ, ആ പണ്ഡിതന്മാർക്ക് ഉണ്ടാവേണ്ടതായ എല്ലാ ഗുണങ്ങളും അത് കാത്തു സൂക്ഷിച്ചുകൊണ്ടിട്ട് മഹാന്മാർ പറഞ്ഞതുപോലെ കാനൽ ഉലമാഉ ഫീമാ മള യത്ലുബുഹുമുസ് സുൽത്താൻ. കഴിഞ്ഞ കാലഘട്ടത്തിൽ പണ്ഡിതന്മാർ അവരെ തേടിക്കൊണ്ട് രാജാക്കന്മാരും മറ്റാളുകളൊക്കെ അവരെ തേടി നടക്കുന്ന ഓഹും യഫിറൂന മിൻഹു. എന്നാൽ പണ്ഡിതന്മാർ ഇവരിൽ നിന്ന് നേരെ ഓടിപ്പോവുകയാണെങ്കിൽ അവരെ കാണുമ്പോൾ നേരെ മറിച്ച് ഫഅമ്മല്യവും ഇന്നത്തെ കാലഘട്ടത്തിൽ ഫഅമ്മൽ ഉലമാഉ അൽ യൗമ ഇന്നത്തെ കാലഘട്ടത്തിൽ ഉലമാഉ ഫഹും യജ്മഊനൽ ഇൽമിനെ അവരെന്താക്കി ഒരുമിച്ച് കൂട്ടി ബിഹദാഫീരിഹി. അതിൻ്റെ വേരോടുകൂടെ ഒരുമിച്ച് കൂട്ടിയില്ല. അപ്പോൾ ഇൽമിൻ്റെ എല്ലാ മേഖലകളും അവർ സമ്പാദിച്ചു. പക്ഷേ അവരുടെ സ്വഭാവം എന്താണെന്നറിയോ? വഹും യത്ലുബൂന സലാത്തീൻ. അവർ രാജാക്കന്മാരും മറ്റൊക്കെ അവരെ പിന്നിൽ കൂടി അവരെ അങ്ങോട്ട് ചെന്ന് കാണുന്നതായ അവരെ തേടിപ്പോണതായ അവസ്ഥയാണ്. വഹും യഫിറൂന മിൻഹു. അവർ ഇവരെ കാണുമ്പോൾ ഓടിപ്പോവുകയാണ് ചെയ്യുന്നത്. കാരണം നമ്മൾ ചിലപ്പോൾ വല്ല പിരിവിലാണ് ഈ കാലം ചിലപ്പോൾ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും. അപ്പോൾ നമ്മളെ കാണുമ്പോൾ അവരൊക്കെ ഒഴിഞ്ഞു പോണതായ ഒരു സ്വഭാവമാണുള്ളത്. അപ്പോൾ അതല്ല പണ്ഡിതനക്കുള്ള ക്വാളിറ്റി. പണ്ഡിതനെ തേടിക്കൊണ്ട് പണ്ഡിതൻ്റെ അടുത്തേക്ക് ഇങ്ങോട്ട് വരണം.
അപ്പോൾ ആ ഒരു അവസ്ഥയാണ് നമുക്ക് ഉണ്ടാവേണ്ടത്. അതിന് എന്ത് വേണം? ഇസ്തിഖാമത്തിൻ്റെ ആ സ്വഭാവം നമ്മളിൽ ഉണ്ടാവണം. യഥാർത്ഥ ഒരു ആലിമിനിക്ക് ഉണ്ടാവേണ്ട സ്വഭാവം നമ്മൾക്ക് ഉണ്ടാവണം. അമ്പിയാക്കന്മാരിൽ നിന്നും ഇസ്തിഫാത്ത് ചെയ്യപ്പെടുന്ന അമ്പിയാക്കന്മാരുമായുള്ള ബന്ധം അത് വിലായത്തിൽ കൂടി ഇസ്തിഖാമത്തിൽ കൂടി അമ്പിയാക്കന്മാരുമായി കൊണ്ട് നമ്മളെന്താവണം? സമ്പാദിക്കണം. അതായിരുന്നു മുൻകഴിഞ്ഞതായ നമ്മുടെ ഉലമാവ്. ഓരോ നമ്മളെ മുൻകഴിഞ്ഞ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ മഹാന്മാരാവുന്ന ഉസ്താദന്മാർ അവരെ നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ അവരൊക്കെ ആ സ്വഭാവക്കാരായിരുന്നു, പൂർണ്ണമായ ഇസ്തിഖാമത്തുള്ളവരായിരുന്നു. ആ ഇസ്തിഖാമത്തിൽ കൂടി അവർ നിന്ന് വന്നപ്പോൾ മൻ ഖാഫല്ലാഹ ഖാഫഹു കുല്ലു ശൈ വമൻ അതാഅല്ലാഹ അതാഅഹു കുല്ലു ശൈ. അള്ളാഹുവിനിക്ക് വഴിപ്പെട്ടു എന്നാൽ എല്ലാ വസ്തുക്കളും അവനിക്ക് വഴിപ്പെടുന്നല്ല. അള്ളാഹുവിനെ പേടിച്ചാൽ എല്ലാ വസ്തുക്കളും അവനെ പേടിക്കുകയും ചെയ്യും. ഈ സ്വഭാവമായിരുന്നു നമ്മളെ മുൻകഴിഞ്ഞ ആലിമീങ്ങൾക്ക് ഉണ്ടായിരുന്നത്. അപ്പോൾ ആലിം അവൻ എന്താവണം? ഇൽമു കൊണ്ട് ശോലാവണം. ആ ഇൽമു കൊണ്ട് ശോലാവുമ്പോൾ അവൻ അടിസ്ഥാനപരമായി അവന് വേണ്ടതായ ആ നിയ്യത്തുകളും ആ ഇഖ്ലാസും ഒക്കെ അവനിലുണ്ടാവണം. അങ്ങനല്ലേ? വമൻ യൂതൽ ഹിക്മ ഫഖദ് ഊതിയ ഖൈറൻ കസീറ. അപ്പോൾ ഹിക്മത്ത് നൽകപ്പെടണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? ഇസ്തിഖാമത്തിൻ്റെ സ്വഭാവമുള്ളവനാവണം എന്നാ മഹാനാവുന്ന ഇമാം മാലിക് തങ്ങൾ പറഞ്ഞു. ഇസ്തിഖാമത്തിൻ്റെ സ്വഭാവമുള്ളവൻ, ആ ഇസ്തിഖാമത്തുള്ളവനിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഹിക്മത്ത് വമൻ യൂതൽ ഹിക്മ ഫഖദ് ഊതിയ ഖൈറൻ കസീറ, ഈ ഹിക്മത്ത് അവർക്ക് നൽകപ്പെടുള്ളൂ. അപ്പോൾ ആലിമിനിക്ക് ഉണ്ടാവേണ്ടത് അല്ലാഹു വതഖുല്ലാഹ വയുഅല്ലിമുകുമുല്ലാഹ്, തഖ്വനെ അടിസ്ഥാനമാക്കിക്കൊണ്ട് പഠിക്കാം. നമ്മൾ ഇൽമുമായി ശുഗലാവുമ്പോൾ ആ ഇൽമിനെ നമ്മളെ പ്രേരിപ്പിക്കുന്ന വസ്തു എന്താവണം? നമ്മളെ ഈമാനാവണം. ഈമാനിൽ നിന്ന് ഉത്ഭവിക്കണം അതിൻ്റെ നമ്മളെ ആവേശങ്ങൾ. അപ്പോൾ ഈമാനിൽ നിന്നൊരു പ്രവൃത്തി നമ്മൾ ഉൽപ്പാദിപ്പിക്കപ്പെടുമ്പോൾ അവിടെ ഉണ്ടാവണ സ്വഭാവ ഗുണങ്ങൾ എന്തൊക്കെ? അതവിടെ ഇഖ്ലാസ് ഉണ്ടാവണം. ആ ഇഖ്ലാസ് ഉണ്ടായാൽ ആ ഇഖ്ലാസാണ് പിന്നെ മംബഉൽ ഹിക്മ. ഹിക്മത്തിൻ്റെ ഉറവിടം അത് ഇഖ്ലാസിൽ നിന്നുണ്ടായിത്തീരണം എന്നാണ്. അപ്പോൾ ഇഖ്ലാസ് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ഈമാനിൽ നിന്നാവണം നമ്മുടെ ഈ പ്രവർത്തനങ്ങളെ, ഏത് പ്രവർത്തനങ്ങളെയും ഇൽമുമായി ബന്ധപ്പെട്ട ഏത് പ്രവൃത്തികൾ നമ്മൾ പ്രവർത്തിക്കുമ്പോഴും അത് ഈമാനിൽ നിന്നിട്ടാവണം അതിനെ ഉൽപ്പാദിപ്പിക്കാൻ ആവശ്യമാവുന്ന അതിൻ്റെ എല്ലാ നിലക്കുള്ളതായ പ്രചോദനവും നൽകപ്പെട്ടത് ഈമാനിൽ നിന്നാണ്. ഈമാനിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കപ്പെടില്ല എന്ന് വെക്കുക, എന്നാൽ ഭൗതികമാവുന്നതായ താല്പര്യങ്ങളായിരിക്കും അതിൻ്റെ ഉൽപ്പാദനത്തിന് നമ്മളെ പ്രേരിപ്പിച്ചിട്ടുള്ളത്. ഒമൻ കാനത്ത് ഹിജ്റത്തുഹു ഇലല്ലാഹി വറസൂലിഹി ഫഹിജ്റത്തുഹു ഇലല്ലാഹി വറസൂലിഹി. നേരെ മറിച്ച് അതല്ലാത്ത ഉദ്ദേശത്തോടു കൂടിയാണ് ഹിജ്റത്തുഹു ഇലാ മാ ഹാജറ ഇലൈഹി. അപ്പോൾ ഉദ്ദേശം അങ്ങനെ ആവണം. മഹാനാവുന്ന അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തങ്ങൾ ഒരിക്കൽ പറഞ്ഞു, മൂപ്പരിക്ക് നോമ്പ് തുറക്കാൻ ഭക്ഷണം കൊണ്ടുപോയി കൊടുത്തപ്പോൾ മൂപ്പര് കരഞ്ഞു എന്ന്. അപ്പോൾ മൂപ്പരോട് ചോദിച്ചു, എന്തിനിപ്പോൾ നിങ്ങൾ കരഞ്ഞു? മൂപ്പർ പറഞ്ഞു, ഹാജർന മഅ നബി മഅ റസൂലില്ല അല്ലെങ്കിൽ മഅ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കൂടെ ഞങ്ങൾ മക്കത്ത് മദീനത്തേക്ക് ഹിജ്റ പോയി. വലം നുരിദ് ബിഹാ ഇല്ലാ വജ്ഹ അല്ലാഹ്. ആ ഹിജ്റ കൊണ്ട് ഞങ്ങൾ അള്ളാഹുവിൻ്റെ വജ്ഹ് അല്ലാതെ മറ്റൊന്നും ഉദ്ദേശിച്ചിട്ടില്ല. അതാണ് വേണ്ടത്. ഹിജ്റ എന്നല്ല, ദീനോട് ബന്ധപ്പെടുന്ന ഏത് കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോഴും വലം നുരിദ് ബിഹാ ഇല്ലാ വജ്ഹ അല്ലാഹ്, അള്ളാഹുവിൻ്റെ വജ്ഹിനല്ലാതെ നമ്മൾ ഉദ്ദേശിക്കാൻ പാടില്ല. അതാണ് വലൻ നുരിദ് ബിഹാ ഇല്ലാ വജ്ഹ അല്ലാഹ്, അള്ളാഹുവിൻ്റെ വജ്ഹിനല്ലാതെ മറ്റൊന്നും നമ്മൾ ഉദ്ദേശിച്ചു. അങ്ങനെ ഹിജ്റ പോയി എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ ഇസ്ലാമിക സാമ്രാജ്യം വളർന്ന് വികസിച്ചു. അങ്ങനെ വളർന്ന് വികസിപ്പിച്ചപ്പോൾ സാമ്പത്തികമായി ഉയർച്ചയിലേക്ക് എത്തി. പല ഭാഗത്തിൽ നിന്ന് ഹദിയകളും അതുപോലെ തന്നെ സക്കാത്തിൻ്റെ പല മാലുകളും തുടങ്ങിയ പലതും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വരാതെ, അത് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അർഹതപ്പെട്ടവർക്കൊക്കെ അതിനെ വിതരണം ചെയ്യാനും തുടങ്ങി. അപ്പോൾ ഇസ്ലാമിക സാമ്രാജ്യം അത് വളർന്ന് വികസിച്ച് സാമ്പത്തികമായിട്ടും ഒരു ഉയർച്ചയിലേക്ക്. പക്ഷേ നമ്മുടെ കൂട്ടത്തിലുള്ള ചിലർ ഈ ഒരു ഇതിനു വേണ്ടിയല്ല അവർ ഹിജ്റ പോകുന്നത്, നമ്മളും ഇതിനു വേണ്ടിയല്ല ഹിജ്റ പോകുന്നത്. വലൻ നുരിദ് ബിഹാ ഇല്ലാ വജ്ഹ അല്ലാഹ്, അള്ളാഹുവിൻ്റെ വജ്ഹാണ് മാത്രം. പക്ഷേ നമ്മളെ കൂട്ടത്തിലുള്ള ചിലർ മരിച്ചു പോയപ്പോൾ ഈ സുഖ സൗകര്യങ്ങളൊന്നും ആസ്വദിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. നമ്മളെ കൂട്ടത്തിൽ ചിലർ മരിച്ചു പോയപ്പോൾ അവർക്ക് കഫൻ ചെയ്യാൻ നോക്കുമ്പോൾ ഒരു ചെറിയ മുണ്ട് മാത്രം. അതുകൊണ്ട് അവരെ കാൽമ മുതൽ മറക്കാൻ തുടങ്ങി ആ തല പുറത്താവും.
തല മുതൽ മറച്ചാലോ കാല് പുറത്തോ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, എന്നാൽ തല മുതൽ മറച്ചോളി, കാലിൻ്റെ അവിടെ പുല്ല് വെച്ച് കെട്ടി കളിയുന്നു. ഈ അവസ്ഥയിൽ നിന്ന് കഫൻ ചെയ്യാനുള്ളതായ ഒരു മുണ്ട് പോലും ഇല്ലാതെ, പൂർണ്ണമായി കഫൻ ചെയ്യാൻ പറ്റുന്നതായ ഒരു മുണ്ട് പോലും ഇല്ലാത്ത നിൽക്കാണ് അവരൊക്കെ ഭരിച്ചു പോയത്. ഇന്ന് നമുക്ക് എല്ലാ നിലക്കുള്ളതായ സൗകര്യങ്ങളും നമുക്ക് ലഭിക്കപ്പെട്ടു. ഇപ്പം നമ്മൾ സംശയിക്കുന്നത് എന്താ? അവ കത് ഉജ്ജിലത്തിലഹസനാത്തുന, നമുക്കുള്ള ഗുണങ്ങളൊക്കെ ഇവിടെ തന്നെ നൽകപ്പെട്ടോ എന്നുള്ളതാണ്. ഇനി ആഖിറത്ത് ചെല്ലുമ്പോൾ ഒന്നും കിട്ടൂല എന്നുള്ളൊരു പേടിയാണുള്ളത്. അതുകൊണ്ടാണ് കരഞ്ഞതെന്ന് പറഞ്ഞു. അപ്പോൾ എന്നതുപോലെ ഭൗതികമാവുന്നതായ സുഖസൗകര്യങ്ങളൊക്കെ ഇന്ന് നമുക്കുണ്ട്. പഴയ കാലത്തുള്ള ഉലമാ ഇവിടെ ദഅവത്തിന് പോയ പോലെയല്ല. കാരണം ആ നിലക്ക് ഭൗതികമാവുന്നതായ സുഖസൗകര്യങ്ങളൊക്കെ ഒന്ന് കൂടി കാലത്തിൻ്റെ വ്യത്യാസങ്ങളുണ്ടായി. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലാ യഅതി അലൈക യൗമുൻ, ഒരു ദിവസം വരൂല, ഇല്ലാ ഹുവ അശറു മിമ്മാ ഖബലഹു, ആ ദിവസം അതിന് മുമ്പുള്ള ഇതിനേക്കാൾ മോശമായി. അങ്ങനെയാണ്. ഖൈറുൽ ഖുറൂനി ഖർനി സുമ്മല്ലദീന യലൂനഹും സുമ്മല്ലദീ, 3 നൂറ്റാണ്ട് അല്ലെങ്കിൽ 4 നൂറ്റാണ്ട്. ആ 4 നൂറ്റാണ്ടിന് ഖൈറായ നൂറ്റാണ്ടായി റസൂലുള്ളാഹി പ്രഖ്യാപിച്ചു. ഇതാ കാരണം, ആ 1-ാം നൂറ്റാണ്ട്, 2-ാം നൂറ്റാണ്ട്, 3-ാം നൂറ്റാണ്ട് അല്ലെങ്കിൽ 4-ാം നൂറ്റാണ്ട്, ആ നൂറ്റാണ്ടിലുണ്ടായിരുന്നതായ മഹാന്മാരാവുന്ന അയിമ്മത്ത് മശായിഖന്മാർ, അവരുടെ അഫ്ആലുകൾ, അവർക്കുള്ളതായ അഖ്വാലുകൾ, അവരെ ഹർക്കാത്ത് സക്കറാത്തുകൾ നോക്കിക്കൊണ്ടാണ് നിങ്ങൾ ദീനിനെ മനസ്സിലാക്കേണ്ടത്. അതിനാണ് ഖൈറുൽ ഖുറൂനി സുമ്മല്ലദീന യലൂനഹും. അപ്പോൾ ആ ഒരു ഖൈർ ഓരോ കാലം കഴിയുന്ന കാലത്തോളം അത് നശിച്ചുകൊണ്ടേയിരിക്കും, അത് കുറഞ്ഞുകൊണ്ടേയിരിക്കും. അതാണ് ലാ യഅതി അലൈക്കും യൗമുൻ ഇല്ലാ ഹുവ അശറു മിമ്മാ ബഅദഹു, ഏതൊരു ദിവസം വന്നാലും അത് അതിൻ്റെ മുമ്പുള്ളതിനേക്കാൾ മോശമായതായിരിക്കും. അപ്പം അങ്ങനെയല്ലേ നമ്മൾ കാണുന്നത്. സൗകര്യങ്ങളൊക്കെ ഉണ്ട്, നമ്മളിപ്പോൾ പേടിച്ചു പോവാം. അത് ജീവിതത്തിലാശനാത്തിന് നമ്മൾ മുൻഗാമികൾ അത് നടന്നു പോകാൻ സൗകര്യമുള്ളൂ. ഇതവർ നടന്നു പോയി പ്രഭാതം നടത്തി. ഞാൻ എനിക്ക് കർണാടകയിൽ ഒരു മദ്രസ ഉദ്ഘാടനത്തിന് പോയപ്പോൾ, അത് കുറേ ഉള്ളിലേക്ക് പോകണം. അന്നും ഇപ്പോൾ അടുത്ത കാലത്ത് ഒരു 5-8 കൊല്ലം മുമ്പാണ്. അന്നും അവിടെ സൗകര്യങ്ങൾ വേണ്ട വരില്ല. അപ്പോൾ എങ്ങനെയൊക്കെയാണ് അവിടെ എത്തിപ്പെട്ടപ്പോൾ അവരെന്നോട് പറഞ്ഞു, ഇവിടെ മുമ്പ് സമസ്ത കേരള വിദ്യാഭ്യാസ ബോർഡിൻ്റെ പ്രസിഡന്റ് ബഹുമാനപ്പെട്ട വാണിയമ്പലത്ത് താമസിയായിരുന്നു. അദ്ദേഹം ഇവിടെ ഒരു മദ്രസ ഉദ്ഘാടനത്തിന് വന്നു. അന്ന് ഇവിടെ വന്നപ്പോൾ ഒരു 5, 6, 7, 8 കിലോമീറ്ററോളം നടന്നുകൊണ്ടാണ് വരുന്നത്. അത് അന്നത്തെ മദ്രസ എങ്ങനെയാണെന്ന് വെച്ചാൽ അവർ ഓലുകൊണ്ട് കെട്ടിയിട്ടുണ്ടാക്കിയൊരു മദ്രസയാണ്. പക്ഷേ ആ മണ്ണുകൊണ്ടൊക്കെ ചുമര് വെച്ചിട്ടുണ്ടാക്കിയത്. അതിന് നമ്മളിന്നത്തെ മദ്രസകളെ പോലെ പിന്നെ അതിലേക്ക് വാർപ്പോ അല്ലെങ്കിൽ സിമെൻ്റൊന്നും തേച്ചിട്ടില്ല. അടിയിലൊക്കെ മണ്ണാണത്, ടൈൽസോ മറ്റൊന്നും തിരിച്ചിട്ടില്ല. അങ്ങനെ ഞങ്ങൾ എന്ത് ചെയ്തു, അയാൾ മൂപ്പര് ഇവിടെ വന്നു ഉദ്ഘാടനം ചെയ്തു പോയി. ഇന്ന് ഞങ്ങൾക്കുള്ള സന്തോഷം എന്താണെന്ന് ചോദിച്ചാൽ, ഇന്നൊരു വാർപ്പിൻ്റെ കെട്ടിടം നമ്മളുണ്ടായി. 2 മുറിയുള്ളൊരു വാർപ്പിൻ്റെ കെട്ടിടം, അവർക്ക് കഴിയണ അത്രേ ഉള്ളൂ. ആ നിലക്കുള്ള 2 മുറിയുള്ളൊരു വാർപ്പിൻ്റെ കെട്ടിടം ഉണ്ടായി. ഇന്ന് തങ്ങളെ നമുക്ക് വരാനും കുറേയൊക്കെ ആ സൗകര്യങ്ങളുണ്ടല്ലോ. ഒരു കാറിൽ ഇങ്ങോട്ട് എത്തിപ്പെടാൻ കഴിഞ്ഞല്ലോ. അപ്പം അന്ന് സൗകര്യം അത്രയുള്ള കാലഘട്ടത്തിൽ, ഇല്ലാത്ത കാലഘട്ടത്തിൽ അതൊന്നും വില വെക്കാതെ ഇപ്പോൾ മഹാനാവുന്ന പല ഉസ്താദന്മാരും അന്ന് ഇപ്പോൾ ഉമർ ഫൈസിയോട് പറഞ്ഞല്ലോ, വിദേഹത്തിൻ്റെ എതിരിലുകൊണ്ടില്ലായിക്കൊണ്ട് അവർ പിന്നെ ശക്തമായി പ്രവർത്തിച്ചു. അതിൻ്റെ മഹാനാവുന്ന ഉസ്താദ് ഇ.കെ. ആസം മുസ്ലിയാർ, അവർ ഞങ്ങളുടെ നാടിൻ്റെ അടുത്ത് തന്നെ അന്ന് മുട്ടീച്ചറ പിന്നെ ഘടന പ്രസംഗത്തിന് വന്നു. അന്നൊരു ലീവിലായിരുന്നു, സ്കൂൾ ദർസൊക്കെ പോയി. ദർസ് ഉള്ള സമയത്താണ് ഈ മൂപ്പര് പ്രസംഗം കഴിഞ്ഞ് പിറ്റേന്ന് തന്നെ പോകും. ആ മൂപ്പര് അത് ബസ്സിലാണ് വന്ന് 4 ദിവസം അവിടെ താമസിച്ചു. അപ്പം ഞാനും മൂപ്പരെ കൂടെ ഉണ്ടെന്ന്. അപ്പോൾ ആ 4 ദിവസം ഞാനൊന്ന് ചെറിയ ദർസിൽ പഠിക്കണ പ്രായം. അപ്പം എന്നോട് പറഞ്ഞു, ദർസില്ലാത്തതുകൊണ്ടാണ് ഈ 4 ദിവസം അവിടെ നിൽക്കുന്നത് ഞാൻ. അപ്പോൾ ആ 4 ദിവസം അവിടെ നിന്ന് പിറ്റേ 4 ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് മൂപ്പര് പോയത്. ദർശനത്തിൽ ഞാൻ എന്താവുമെന്നറിയോ, രാവിലെ തന്നെ ഇവിടുന്ന് പോകും, പിറ്റേന്ന് തിരിച്ചും വരുന്നു. അപ്പോൾ എത്രമാത്രം സാഹസങ്ങളാണ് അതിന് ബസ്സിൽ യാത്ര ചെയ്തിട്ട് അവരൊക്കെ സഹിച്ചത്. അപ്പോൾ നമ്മളതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ പ്രയാസം അന്നുള്ള സൗകര്യങ്ങൾ ചില സൗകര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ആ സൗകര്യങ്ങളൊന്നും ഉപയോഗപ്പെടുത്താതെ നടന്നുകൊണ്ട് പോയവരുണ്ട്, പ്രയാസപ്പെട്ടു പോയവരുണ്ട്, ഭക്ഷണം കിട്ടാത്തവരുണ്ട്, ഭക്ഷണം കിട്ടിയാൽ തന്നെ അത് വേണ്ടതുപോലെ പിന്നെ കിട്ടാത്തവരുണ്ട്. മഹാനാവുന്ന KV ഒരു കഥ പറയലുണ്ട്. മൂപ്പര് ഇവിടെ ഈ ഭാഗത്ത് എവിടെ വന്ന് പ്രസംഗിച്ച് പോകുമ്പോൾ മൂപ്പരൊരു ഖണ്ഡന പ്രസംഗം നടത്തി പോവുകയാണ്. മൂപ്പര് തിരിച്ചു പോകുമ്പോൾ ബസ്സിന് പോയി ചേളാരി എത്തിയ മൂപ്പർക്ക് ചായ കുടിക്കും വേണം.
ഓഫീസിൽ കയറി അവിടെ എന്തോ ചില ഫയലുകളിലൊക്കെ ഒപ്പിടാറുണ്ട്. അപ്പോൾ ചേളാരിയാണ്. അവിടുന്ന് ചായ കുടിച്ചു, ഫയലുകളിലൊക്കെ ഒപ്പിട്ടു. പിന്നെ മൂപ്പര് പോരാൻ നിൽക്കുമ്പോൾ നോക്കുമ്പോൾ പിന്നെ മൂപ്പര് കൊണ്ടുപോയ പൈസയൊക്കെ കഴിഞ്ഞിരിക്കണം. പിന്നെ ഇങ്ങോട്ട് കൊടുത്തു. അപ്പോൾ ഇവർ കൊടുത്തൊരു കവറുണ്ട് ഈ അവിടുന്ന്. അപ്പോൾ ആ കവർ തുറന്നു നോക്കുമ്പോൾ ആ കയ്യിൽ അന്ന് 3 റുപ്യ 4 റുപ്യറ്റുള്ളൂ. അന്ന് ബസ്സിന് അങ്ങോട്ട് കൊണ്ട് പോകാൻ തന്നെ ആവും ഈ 4 റുപ്യൻ്റെ മേലെ 5-6 റുപ്യൊക്കെ ആവും മൂപ്പർക്ക് കൂറ്റാട് എത്താമെന്നുണ്ടെങ്കിൽ, എടപ്പാട് എത്താമെന്നുണ്ടെങ്കിൽ. അപ്പോൾ ആകെ ഇതുള്ളൂ. പക്ഷെ മൂപ്പര് തിരിച്ചു വന്നുകൊണ്ട് ഇന്നിപ്പോൾ പലരുണ്ടല്ലോ കിട്ടിയത് കുറഞ്ഞാൽ തിരിച്ചു വന്നുകൊണ്ട് അവർ ഇട്ട് കൊടുത്ത് പോണേ. അങ്ങനത്തെ ഒന്നും സ്വഭാവക്കാരില്ലായിരുന്നു അവർ ദീനിന് വേണ്ടിയാണ് പ്രവർത്തിച്ചത്. ഈമാനിൽ നിന്ന് ഉത്ഭൂതമായ പ്രവർത്തനങ്ങളായിരുന്നു അവരുടെ പ്രവർത്തനം. അപ്പോൾ നമ്മൾ ആ നിലക്ക് പ്രവർത്തിക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം. അതിന് വേണ്ടതായ അടിസ്ഥാനപരമായി ഉണ്ടാവേണ്ട കാര്യങ്ങൾ തഖ്വ ഉണ്ടാക്കി തീർക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ മേഖലയിലും ആവശ്യമാവുന്ന ഇൽമുകളെ നമ്മുടെ ഹൃദയത്തിലേക്ക് മലവെള്ളം കുത്തി ഒഴുകണമായിരിക്കും വരുന്നതാണ്. അങ്ങനെയല്ലേ? ഇപ്പോൾ ഒരു സ്ഥലത്ത് ഒരു ബസ്സിൽ ഒരാൾ ചോദിച്ചു, ഒരു ഉഖ്റവിയായ ആലിമാണെങ്കിൽ അയാൾക്ക് വല്ലാതെ ദർശ നടത്തിയില്ലെങ്കിലും അത് ഇന്ന സ്ഥലത്ത് ഉണ്ടാവും എന്നുള്ളൊരു മൗനത്തെങ്കിലും പറയാം. ചിലപ്പോൾ തുറക്കണം തന്നെ ആ പേജായി. ഇതാണ് ഇലാഹിയായ തൗഫീഖ്. മലവെള്ളം പോലെ കുത്തി വരിക ഒഴുകി വരിക എന്ന് പറഞ്ഞാൽ അതിന് അടിസ്ഥാനപരമായി മലവെള്ളം പോലെ ഇത് ഒഴുകി വരാൻ പറ്റിയ നിലക്കുള്ളതായ ഗുണങ്ങൾ നമ്മളിൽ ഉണ്ടാവണം. നമ്മൾ വാഹിയായ നിലക്കുള്ളതായ തഹാർത്തി നമ്മൾക്ക് വേണം, ബാത്തിനിയായ നിലക്കുള്ളതായ തഹാർത്തി നമ്മൾക്ക് വേണം. അതുകൊണ്ട് സമസ്ത കേരള ജമീയത്തുൽ ഉലമയുടെ 100-ാം വാർഷികം ഈ വരുന്ന 2026 എല്ലാവരും മനസ്സിലാക്കിയതുപോലെ ഫെബ്രുവരി 4 മുതൽ 8 വരെയുള്ള തീയതികളിൽ കുരിയിൽ വെച്ചുകൊണ്ട് നടത്തപ്പെടും. അപ്പോൾ അതിനു വേണ്ടി നമ്മളൊക്കെ സജ്ജരാകുക, എല്ലാ നിലക്കും നമ്മൾ സജ്ജരായി ആ സമ്മേളനം ഒരു വലിയ ചരിത്ര പ്രസിദ്ധമായ സമ്മേളനമാക്കി തീർക്കണം. അതൊരു അഖിലേന്ത്യ ഒരു അന്താരാഷ്ട്ര സമ്മേളനത്തിൻ്റെ സ്വഭാവത്തിലാണുള്ളത്. ഇവിടെ കേരളത്തിൽ വെച്ച് നടത്തപ്പെടുകയാണെങ്കിലും ആ സ്വഭാവത്തിലാണ്. ദേശീയമായിട്ടും അന്തർദേശീയമായിട്ടും ഒക്കെയുള്ള പണ്ഡിതന്മാരും പ്രമുഖരൊക്കെ അതിൽ പങ്കെടുക്കും. വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ളതായ പ്രമുഖരാണ്. പഠനാർഹമാവുന്നതായ പല ക്ലാസ്സുകളും അവിടെ വെച്ചുകൊണ്ട് നടത്തപ്പെടും. 100ഓളം പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കുന്നത്. അപ്പോൾ 20 പുസ്തകങ്ങൾ ഇവിടെ പ്രസിദ്ധീകരിച്ചു. അതിൻ്റെ ഉദ്ഘാടനം നടത്തപ്പെടും. ഇനി 80ഓളം പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കാണ്ട് ബൃഹത്താവുന്നതായ ഒരു സൊവനീറും അവതരിപ്പിക്കപ്പെടാണ്. അതൊക്കെ സമ്മേളനത്തിൻ്റെ മുമ്പായി കൊണ്ട് പുസ്തകങ്ങളൊക്കെ പ്രസിദ്ധീകരിച്ച് അതിൻ്റെ ഉദ്ഘാടനങ്ങളൊക്കെ നടത്തപ്പെടും. 20 അങ്ങനെ നടത്തപ്പെട്ടു. ഈ ബാക്കി 80ഓളം ബാക്കിയുണ്ട്. അതിൻ്റെ എല്ലാം പുറമെ സൊവനീർ അന്ന് അവിടെ വെച്ചുകൊണ്ട് പ്രകാശനം ചെയ്യപ്പെടുകയും ചെയ്യും. 33,000 ചില്ലാന ആളുകളെയാണ് നമ്മൾ ക്യാമ്പിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഉമർ ഫൈലി ഇവിടെ സൂചിപ്പിച്ചതുപോലെ 25 ലക്ഷത്തോളം ആളുകൾ അതിന് പങ്കെടുക്കും. അതിനെപ്പറ്റിയും പല ദുഷ്പ്രചരണങ്ങളും അവിടെ നടത്താനായിട്ട് ഞാൻ അയാളെ മൂപ്പരായിട്ട് സംസാരിച്ചതാണ്. അയാളിപ്പോൾ വന്നിട്ടുണ്ടെന്ന് ഞാനും അയാളുമായി സംസാരിച്ചു. അയാൾ പറഞ്ഞു, ഇത് ഞാനാണിത് ഏറ്റുകൊണ്ടത്, എല്ലാ സൗകര്യങ്ങളും ഞാനിവിടെ ചെയ്തിരുന്നു. അവിടെ അയാൾ ചെയ്യാൻ പറ്റിയ സൗകര്യങ്ങളൊക്കെ അയാൾ അവിടെ ചെയ്തിരുന്നു. അപ്പോൾ അതുകൊണ്ട് അത് അത് മുടക്കാൻ വേണ്ടി നല്ല വാക്കൊക്കെ ഉപയോഗിച്ചുകൊണ്ടുള്ള മുടക്കലുണ്ടല്ലോ, അതും നടക്കുന്നുണ്ട് പലരും പല ഭാഗത്തും. അത് എന്തിനപ്പം അത് ഇവിടെ ചെയ്ത് കൊടുത്ത് വേറെ എവിടെയെങ്കിലും ആക്കിയാൽ പോലെ, അല്ലെങ്കിൽ നിങ്ങൾ ഇന്ന ഉപാധികൾ പറഞ്ഞാൽ. അപ്പോൾ അയാൾ പറഞ്ഞു, എനിക്ക് അങ്ങനത്തെ ഒരു ഉപാധിയില്ല, എനിക്കങ്ങനെ ആരോടും ഒരു ബാധ്യതയില്ല, ഞാൻ വേറൊരു ചിന്താഗതിക്കാരനാണ്. മൂപ്പർ നല്ലൊരു സാലിഹായ മനുഷ്യനാണ്. മനസ്സിലായില്ലേ? നമ്മൾ എങ്ങനെയെങ്കിലും പറഞ്ഞു കണ്ടിട്ടുണ്ടല്ലോ, എന്തെങ്കിലും പറഞ്ഞ് സ്വകാര്യം പറഞ്ഞ് തെറ്റിക്കാൻ പറ്റിയ ഒരാളല്ല അയാൾ. മൻ അദ്ദസ ഇലൈക്ക് അദ്ദസ അൻകാന്നാണ്. എന്നെപ്പറ്റി നിന്നോട് വേറൊരുത്തൻ്റെ സ്വകാര്യം വന്നുകൊണ്ട് ഒരുത്തം പറഞ്ഞാൽ അവനെനിക്ക് വിശ്വസിക്കരുത്. അദ്ദസ അൻക, അവൻ എന്നെപ്പറ്റി മറ്റവരോട് പോയി പറയും. അതാണ് അറബിയിലുള്ളൊരു ആപ്തവാക്യമുള്ളത്. അപ്പോൾ നമ്മളോട് വന്ന് പറയും ഇങ്ങനെയൊക്കെയായിരുന്നു. അപ്പോൾ നമ്മൾ വിചാരിച്ചു ഇപ്പോൾ നമ്മളെ വളരെയധികം അടുത്തൊരു സുഹൃത്താണ്, തുറന്ന് അവരോട് സംസാരിക്കാമെന്നാണ്. എന്നാൽ കുറച്ച് കഴിയുമ്പോൾ മറ്റവരോട് പോയിട്ട് നമ്മളെ പറ്റിയും പറയും. അതാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഏതെങ്കിലും സമസ്ത കേരള ജമീയത്തുൽ ഉലമ ഏതെങ്കിലും വ്യക്തികൾക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും സംഘടനകൾക്കൊന്നും സമസ്ത കേരള ജമീയത്തുൽ ഉലമ എതിരല്ല. സമസ്ത കേരള ജമീയത്തുൽ ഉലമയുടെ ആളുകൾ ഏതെങ്കിലും സംഘടന, ഇപ്പം ഞാൻ എൻ്റെ പുസ്തകത്തിലൊന്നും ഏതെങ്കിലും സംഘടനകളെ, മതസംഘടനകളെയും അല്ലെങ്കിൽ രാഷ്ട്രീയ മതസംഘടനകളെ നമ്മുടെ ആശയത്തിനോട് എതിരുള്ളതിനെ എതിർക്കും. ഏതെങ്കിലും രാഷ്ട്രീയ സംഘടനകളൊന്നും നമ്മൾ എതിർക്കാറില്ല, വ്യക്തികളൊന്നും വ്യക്തിപരമായിട്ട് നമ്മൾ ആക്ഷേപിക്കാറില്ല. ഇത് നമുക്കൊരു ക്വാളിറ്റി ഉണ്ടല്ലോ, നമ്മളെ മാന്യതയ്ക്ക് യോജിച്ചതല്ല, അത് നിൽക്കുന്നതായ ആക്ഷേപങ്ങളൊന്നും.
പക്ഷെ ആശയത്തിന് ആരെങ്കിലും എതിര് പറഞ്ഞാൽ ഇപ്പോൾ സമസ്ത കേരള ജമീയത്തിൽ നിന്ന് വിവാഹം ചെയ്യുന്ന ആശയങ്ങൾ, ആ ആശയങ്ങൾ ആ ആദർശങ്ങളെ എതിർത്തവരോട് നമ്മൾ എതിർക്കും. അത് എതിർക്കേണ്ടതായ അതിൻ്റെ ഒരു മാന്യമായ സ്വഭാവമുണ്ട്. ആ സ്വഭാവത്തിലായിരിക്കും നമ്മൾ എതിർക്കുക. അപ്പോൾ വെറുതെ സമസ്ത കേരള ജമീയത്തുൽ ഉലമയെ സംബന്ധിച്ചു, സമസ്ത കേരള ജമീയത്തുൽ ഉലമയുടെ ഉലമാവിനെ സംബന്ധിച്ചൊക്കെ എന്തെങ്കിലും അവരുദ്ദേശിക്കാത്ത അല്ലെങ്കിൽ അവർ പറയാത്തത് അവരിലേക്ക് വെച്ച് കെട്ടിക്കൊണ്ട് പ്രചരണം നടത്തപ്പെടുന്നതായ ഒരു കാലഘട്ടമാണ്. ഇതിലൊന്നും ആരും വഞ്ചിതരാവരുതെന്നാണ് പറയാനുള്ളത്. പ്രത്യേകമായും കൊണ്ട് നല്ല നിലക്ക് നടന്നു പോകുന്ന സ്ഥാപനങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ദീൻ്റെ സ്ഥാപനങ്ങൾ, ആ ദീൻ്റെ സ്ഥാപനങ്ങൾക്കെതിരായിക്കൊണ്ട് പ്രതിഷേധ പ്രകടനങ്ങളൊക്കെ നടത്തുക എന്നുള്ളത് അത് ഏതൊരു രാഷ്ട്രീയ കക്ഷിക്കും ഒരിക്കലും അത് ഒരു ഗുണകരമായ സംഗതിയല്ല. രാഷ്ട്രീയക്കാർ ഇപ്പോൾ 2 ദിവസം മുമ്പ് ചെമ്മാട് ദാറുൽ ഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി, അതിനെതിരിൽ അവിടെ ഒരു ഏതോ ചില രാഷ്ട്രീയ പാർട്ടികൾ ഒരു പ്രതിഷേധ പ്രകടനം നടത്തിയതാണ്. എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതിൻ്റെ ഒരു മാനേജ്മെൻ്റ് ഉണ്ടല്ലോ, ആ മാനേജ്മെൻറ്റ് സംസാരിച്ചാൽ മതി. ഇവിടെ ജന്തി ദാറുസ്സലാം അറബി ഇവിടെ എന്തെങ്കിലും പ്രശ്നങ്ങൾ നാട്ടുകാർക്കോ മറ്റവർക്കോ ഉണ്ടെങ്കിൽ അതിനൊരു മാനേജ്മെൻറ്റ് ഇവിടെ ഉണ്ട്, അവർ സംസാരിച്ചാൽ മതി. അത് ഏതെങ്കിലും പ്രകടനം നടത്തിക്കൊണ്ട് പ്രതിഷേധം നടത്തിക്കൊണ്ടിട്ട് ആ സ്ഥാപനങ്ങളെ താറടിക്കാൻ ആരും മുതിരരുത്. അത് ഏത് മത പാർട്ടികളാണെങ്കിലും രാഷ്ട്രീയ പാർട്ടികളാണെങ്കിലും അതിന് മുതിരരുത്. അത് തീർച്ചയായിട്ടും അത് പ്രതിഷേധാർഹമാണ്. അതുകൊണ്ട് നമ്മളെ സ്ഥാപനങ്ങളൊക്കെ നമ്മളെ സ്ഥാപനങ്ങളാണ്. ആ സ്ഥാപനങ്ങളൊക്കെയുള്ള സ്നേഹവും ബഹുമാനവും ആദരവും അതിനു വേണ്ടിയുള്ള പ്രവർത്തനമൊക്കെ നമ്മളെല്ലാവരുടെ ഭാഗത്തും ഉണ്ടാവണം. നമ്മൾ മുസ്ലിങ്ങൾക്കുള്ളതായ ഈ ഐക്യം, ഈ സന്തോഷം, ഇതൊക്കെ നമ്മൾ നിലനിർത്താൻ വേണ്ടി ശ്രമിക്കണം. ഇവിടെ നാട്ടിൽ ഫിത്ന വേണ്ടി ആരും മുതിരരുത്. നല്ല നിലക്ക് പ്രവർത്തിക്കുന്നതായ സംഘടനയാണ് സമസ്ത കേരള ജമീയത്തുൽ ഉലമ. അതിൻ്റെ എതിരിൽ എന്തെങ്കിലും ആരെങ്കിലും എടുത്തിട്ടാണ് ഈ കാര്യം പടച്ചു വിടുന്നത്, അത് ഏറ്റെടുത്തുകൊണ്ട് അതാണല്ലോ, അത് തെറ്റല്ലേ. ഏതെങ്കിലും എടുത്തതിന് എന്തെങ്കിലും ഒരു തോന്നിയാൽ ഇപ്പോൾ 2 ദിവസം മുമ്പുകളൊക്കെ കണ്ടിട്ടുണ്ടാവും. ഇതിനെപ്പറ്റി എന്താണ് രാഹുൽ ഗാന്ധി പറഞ്ഞത് പച്ചക്കള്ളം, മോഡി വളരെയധികം പ്രഗത്ഭനാണ്, മഹാനാണെന്നൊക്കെ ഞാൻ പറയുന്നത് ജിഫിരി പുത്തുവായ തങ്ങളാണ്. ഇതിനെപ്പറ്റി ഒരു ആരോടുത്തുണ്ടാക്കിയിരിക്കുകയാണ്. എനിക്കത് ആരുണ്ടാക്കിയെന്നുള്ളത് എനിക്കറിയാം. അതിന് വേണ്ടി കേസ് കൊടുക്കണമെങ്കിൽ കേസ് കൊടുക്കാൻ നമ്മളെടുത്ത് വക്കീലന്മാരൊക്കെ ഉണ്ട്, അവനെ പിടിക്കാർക്ക് കഴിയും. ഞാനതിലൊന്നും മുതിർന്നിട്ടില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ അത് ഏതോ ഒരു ഏഷ്യാനെറ്റ് പോലത്തെ അതൊരു ചാനൽ വന്നു. പിന്നെ അവർക്ക് മനസ്സിലായി ഇത് പൊള്ളാണെന്ന്, അവരിതാക്കിയതായിന്ന്. പിന്നെ രണ്ടാമത് അവർ അത് എടുത്തു കളഞ്ഞു. അപ്പോൾ ഇങ്ങനെ ഉണ്ടല്ലോ. എനിക്കിപ്പോൾ അതുകൊണ്ടൊരു സന്തോഷം എന്താണെന്ന് വെച്ചാൽ, ഏതായാലും മോദിൻ്റെ അടുത്ത് ഈ വർത്താനം എത്തുമ്പോൾ അയാൾ മനസ്സിലാക്കുള്ളൂ തങ്ങൾ ഇതിനെ പറ്റി മഹാനാണെന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അവിടെ ഞാനിപ്പം 2-3 പ്രാവശ്യം മൂപ്പരടുത്ത് പോകാൻ ചില ചാൻസുകളൊക്കെ ഉണ്ടായി, നമ്മളറിയാം. പിന്നെ നമ്മളെ ഈ പൗരത്തല്ല നമ്മുടെ മറ്റേ ഏക സിവിൽ കോഡ്, എന്നോട് പല ആളുകളും BJPയുമായി ബന്ധപ്പെട്ട പലരും പറഞ്ഞു നിങ്ങൾ വരണം, നിങ്ങളീ നേതൃത്വം ഉണ്ടായിക്കൊണ്ട് വന്നാൽ ഞങ്ങൾ എന്താ. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ വരാൻ ഇഷ്ടപ്പെടുന്നില്ല, ഞാനിപ്പോൾ അത്ര ദൂരത്തേക്കൊന്ന് പോകും, എനിക്ക് പ്രയാസമാണെന്നൊക്കെ പറഞ്ഞു പോയിക്കുന്നു. നമ്മൾ സമസ്തൻ്റെ ആളുകളെ ഉസ്താദന്മാരെ പറഞ്ഞേക്കാന്ന് പറഞ്ഞു. അത് പറ്റൂല, നിങ്ങളും വരണമെന്ന് പറഞ്ഞു. ഞാനങ്ങനെ പോയിക്കാണെങ്കിൽ പിറ്റേത് നമ്മൾ ആ പാർട്ടിക്കാരനായി എന്ന് പറയും. നമ്മൾ ഏതെങ്കിലും ഒരാളോട് ചിരിച്ചാലോ, നമുക്കിവിടെ നമ്മൾ സമസ്ത കേരള ജമീയത്തുൽ ഉലമ എന്ന് പറഞ്ഞത് ദീൻ്റെ സംഘടനയാണ്. നമുക്ക് ഭരണം നടത്തുന്ന ആളുകളോട് ചിലപ്പോൾ നമുക്ക് അവരോട് പിന്നെ സൗഹാർദ്ദത്തിലും സ്നേഹത്തിലൊക്കെ നിൽക്കേണ്ടി വരും. അത് പ്രതിപക്ഷത്തിനോടും നമുക്ക് സൗഹാർദ്ദത്തിലും സ്നേഹത്തിലൊക്കെ നിൽക്കേണ്ടി വരും. നമുക്ക് പല ആവശ്യങ്ങളുണ്ടാവും. ഇപ്പോൾ നമ്മളെ സമ്മേളനം അല്ലെങ്കിൽ നമുക്ക് ഇതുപോലുള്ളതായ നമ്മളെ ക്യാമ്പുകൾ, ഇതിനൊക്കെ ഇവിടുന്ന് ഭൗതികമായും കൊണ്ട് മറ്റുള്ള നിയമപാലകരിൽ നിന്നിട്ടോ ഭരണകർത്താക്കളിൽ നിന്നിട്ടോ സാധിപ്പിച്ചെടുക്കേണ്ട ചില സംഗതികളുണ്ടാവും. അപ്പോൾ അതുകൊണ്ടാണ് സമസ്ത കേരള ജമീയത്തുൽ ഉലമ അതൊരു വിശുദ്ധമാവുന്ന ദീൻ, ആ ദീൻ്റെ ആശയാദർശങ്ങൾ അത് എങ്ങനെയെങ്കിലും പ്രചരിപ്പിക്കുകയല്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് സഹാബത്തിലേക്ക് എങ്ങനെയാണോ ലഭിക്കപ്പെട്ടിട്ടുള്ളത് ആ സ്വഭാവത്തിൽ അതിനെ കാത്തു സൂക്ഷിക്കപ്പെടണം. അതിൻ്റെ ഏതെങ്കിലും ഒരു വള്ളിക്കോ പുള്ളിക്കോ ഒരു നിലക്കുള്ള ഒരു മാറ്റത്തിരുത്തലുകൾക്ക് അത് വിധേയമാക്കപ്പെടാൻ പാടുള്ളതല്ല. അതാണ് അഹ്ലു സുന്നത്തി വൽ ജമാഅത്ത് നമ്മൾ ഈ ഭാവനം ചെയ്യണ ഈ സംവിധാനം എന്നുള്ളത്. അതുകൊണ്ടാണ് അപ്പോൾ ചില ആളുകൾ പറഞ്ഞത് എന്തിനാ ചെറിയ സംഗതിക്കൊക്കെ ഇപ്പം ലക്ഷ്യത്തോടി നടക്കണമെന്നൊക്കെ ചില ആളുകൾ ചോദിക്കലുണ്ട്. ലക്ഷ്യം എല്ലാത്തിനും തേടണം, ലക്ഷ്യത്തിനൊക്കെ ലക്ഷ്യം തേടണമല്ലോ. ഇപ്പം നമ്മൾ ഞാൻ മുമ്പ് പറഞ്ഞു, ഈ നമ്മൾ വല്ല പലഹാരം ഉണ്ടാക്കിക്കൊണ്ട് വെള്ളിയാഴ്ച രാവോ തിങ്കളാഴ്ച രാവൊക്കെ പള്ളിയിൽ കൊണ്ടുപോകണതിനെ പറ്റി പറഞ്ഞു. അതൊരു പലഹാരം ഉണ്ടാക്കി കൊണ്ടുപോകണം. അതിൻ്റെ അർത്ഥം ഇപ്പോൾ ഇമാം ബുഖാരി റിവായത്ത് ഹദീസിൽ തന്നെ കാണാം, ഞങ്ങളുടെ കൂട്ടത്തിൽ കാനത്ത് ഫീന ഇംറാത്തുൻ, ഒരു പെണ്ണ് ഞങ്ങളുടെ കൂട്ടത്തിലുണ്ടായിരുന്നു. അവളെ പണി എന്താണെന്ന് ചോദിച്ചാൽ
അവിടെ ഈത്തപ്പഴ തോട്ടത്തിലേക്ക് കൂടെ ആ ചാലിൻ്റെ ചുറ്റും കൊണ്ടുപോയിട്ട് ചീരപ്പുല്ല് പോലത്തൊരു സാധനം അവിടെ നട്ട് വളർത്തും. വെള്ളിയാഴ്ച രാവിലെ അയാൾ മുപ്പത്തിൽ ഇറങ്ങും, അരിവാളെടുത്ത് അതിൽ നിന്ന് കുറച്ച് പിന്നെ ചീരപ്പുല്ല് പോലെയുള്ള സാധനങ്ങൾ അരിഞ്ഞ് കുറച്ച് ബദറും കുറച്ച് മാംസവും കുറച്ച് പൊടിയൊക്കെ ഇട്ടുകാട്ടൊരു പലഹാരം വാരി ഉണ്ടാക്കും. മുപ്പത്തിയെഴുതിയിട്ട് പള്ളിക്ക് വരും. പള്ളീൻ്റെ മുറ്റത്ത് വന്നിരിക്കും ജുമാ കഴിക്കണ വരെ. പള്ളിക്ക് പോകില്ല, പെണ്ണുങ്ങളാണ് പള്ളിക്ക് പോകില്ല എന്ന് അതുകൂടി മനസ്സിലാക്കണം ഇന്ന്. അങ്ങനെ ഈ പെണ്ണ് ജുമാ കഴിഞ്ഞ് അവളുടെ സഹാബത്തൊക്കെ പറയും, കുന്നാ നുസല്ലിമു അലിയാണ്, ഞങ്ങൾ ഈ പൊഴിവിക്ക് വന്ന് സലാം പറയും. കുന്നാനത്തമന്ന യൗമൽ ജുമാ ദിവസമായാൽ വേണ്ടിയില്ലായിരുന്നു ഞങ്ങൾക്ക് വലിയ പൂതിയായിരുന്നു. അപ്പോൾ നമ്മൾ വിചാരിച്ചു വിഭാഗത്ത് ചെയ്യാൻ വേണ്ടിയാണ്. അല്ല, അത് വേറെ പറഞ്ഞിട്ടുണ്ട്. ലീ തൊഴാമിഹാൻ, ആ പമ്പറന്നോട് കൊണ്ടുവരുന്ന ഒരു ഭക്ഷണം ഉണ്ടല്ലോ അതിന് വേണ്ടിയാണ്. പക്ഷെ അത് വയറിറച്ച് തിന്നാനൊന്നും ഉണ്ടാവില്ല, തൊട്ട് അമക്കാനേ ഉണ്ടാവുള്ളൂ. പക്ഷെ അങ്ങനെ എല്ലാവരും ഇത് തൊട്ട് അമച്ച് പോലും എല്ലാ വെള്ളിയാഴ്ച ഈ രീതി ഇങ്ങനെ കൊണ്ടുപോകണം. എന്നാൽ റസൂലുള്ളാഹി പറഞ്ഞൂടെ, പെണ്ണയ്ക്ക് ഏതായാലും ഈ പ്രാവശ്യം കൊടുത്തു, അടുത്ത വെള്ളിയാഴ്ച ഇത് കൊണ്ടുവരാൻ നിൽക്കുന്നത് എൻ്റെ ഉമ്മത്തിൽ ഇനി വരുന്നുണ്ട് ബുദ്ധിത്തൈരീകളാവുന്ന ഒരു വിഭാഗം. അവരിതിൽ നിന്ന് ചിലപ്പോൾ മനസ്സിലാക്കും ഇന്ത്യ ഇപ്പോൾ വെള്ളിയാഴ്ച കൊണ്ടുവരാൻ കാരണം അതൊരു പുണ്യമായ ദിവസമാണ്. അപ്പോൾ പുണ്യമായ ദിവസങ്ങളിലൊക്കെ പള്ളിക്ക് ഒരു ചീണ്ടി ഉണ്ടാകുന്നുള്ളത്, അങ്ങനത്തെ ഒരു വിദേഹത്തിൻ്റെ ഒരു ഒരു വിശ്വാസം അവരിൽ പിന്നീട് ഉണ്ടായിത്തീരും. അതുകൊണ്ട് ഈ സംഗതിക്കാൻ നിൽക്കേണ്ടത് ഏതായാലും ഇപ്പോൾ പ്രാവശ്യം കൊടുത്തല്ലോ, അതോടുകൂടി അവസാനിപ്പിച്ചായിരുന്നു റസൂൽ പറഞ്ഞോ? അത് പറഞ്ഞില്ല, എല്ലാവരും അതിൽ നിന്ന് വാങ്ങി തിന്നുകയാണ് ചെയ്യണത്. അപ്പോൾ ഇങ്ങനത്തെ ഒക്കെ സംഗതികൾ പള്ളിക്ക് നമ്മൾ പഴയ കാലം മുതൽ തന്നെ നമ്മുടെ നാടുകളിലൊക്കെ പ്രധാനപ്പെട്ട ദിവസങ്ങളിൽ പള്ളിയിലേക്ക് ചീർന്നു കൊണ്ടുപോകണം. അതിന് ലക്ഷ്യമായിക്കൊണ്ട് നമ്മൾ പറഞ്ഞപ്പോൾ പറയാം, എന്തിനപ്പോൾ ഇതിനൊക്കെ ലക്ഷ്യം ഉണ്ടാക്കാൻ നടക്കണത്, അങ്ങനെയല്ലേ ഇങ്ങനെയല്ലേ. അപ്പോൾ ഹലാല് വയ്യനാണ്, ഹറാമ് വയ്യനാണ്, ഇതൊക്കെ നമുക്കൊക്കെ തിരിയില്ലേ. അല്ല ഹലാല് വയ്യനും വൽ ഹറാമു വയ്യനും വൈരൂപ, ഇതൊക്കെ നമ്മളൊക്കെ പഠിച്ചത് തന്നെയാണ്. ആ വയ്യനാണെന്നത് തന്നെ ഈ പറയുന്നത് സംഗതികളൊക്കെ ഇങ്ങനത്തെ ജായിസാവുന്നതായ അല്ലെങ്കിൽ സുന്നത്താവുന്ന ചില കാര്യങ്ങളുണ്ട്. അതൊക്കെ ലക്ഷ്യം ചിലപ്പോൾ ചിലർ മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല. ആ ലക്ഷ്യങ്ങൾ ചെറിയ സംഗതിക്കും നമ്മൾ ലക്ഷ്യം പറയേണ്ടി വരും. അങ്ങനെ സുന്നത്ത് ജമാഅത്തിൻ്റെ ആശയാദർശങ്ങളൊക്കെ വളരെ വ്യക്തമായ നിലക്ക് അതിനെ ഇസ്ബാത്ത് ചെയ്യുക എന്നുള്ളത് പണ്ഡിതന്മാരുടെ ബാധ്യതയാണ്. അപ്പോൾ അതുകൊണ്ടിട്ട് ഇപ്പോൾ നമുക്കൊക്കെ തോന്നുമല്ലോ, ഖുതുബ എന്ന് പറഞ്ഞ പ്രസംഗമില്ലേ, എന്നാൽ ഏതെങ്കിലും ഭാഷയിൽ മതി, പറ്റൂല, അത് അറബി തന്നെ ആവണം, അങ്ങനെയല്ലേ. ഖുതുബ അത് തെക്കുകൊണ്ടുള്ള വസിയത്താണെങ്കിൽ അത് സവാവും കാന കസീറൻ ഔ തവീല, ചെറുതാവട്ടെ കുറച്ച് എങ്ങനെയായിരുന്നാലും അത് തെക്കുകൊണ്ടുള്ള വസിയത്തെ. അങ്ങനെ അവിടെ അറബി വൈസ്തോർത്ത് കൗനും അറബിയത്തെന്ന് അവിടെ പറഞ്ഞത് ഈ ഹാ എന്ന് പറഞ്ഞത് ഏതിനെ പറ്റിയാണ് പറഞ്ഞത്? അത് പറഞ്ഞതിനെ പറ്റിയല്ലേ പറഞ്ഞത് മറ്റോ. അപ്പോൾ അവിടേക്ക് അത് അങ്ങനെ മാത്രം മനസ്സിലാക്കിയാൽ പോലെ അതിനോട് ബന്ധപ്പെട്ടുകൊണ്ട് ആ ഇബാദത്തിനെ മഹാന്മാരിൽപ്പെട്ട ഒരാൾ അയാളെ ഇശ്വനോട് ഇമാം ഫാരിഖി തങ്ങളോട് അയാൾ ഉസ്താദ് പറഞ്ഞു, അബൂ ഇസ്ഹാഖ് എന്നവർ, യാ ബുനയ്യ അൽ ഉമ്മ അത്തഹഖീഖു ഇമ്മാ തഖ്രീഖുൻ ഔ തൻസീഖ്. അന്നത്തെ കാലഘട്ടത്തിന് ഈ തഹഖീഖ് എന്നുള്ള സംഗതി അത് ഒന്നിരിക്കലും അത് മുഹറഖാണ്, അല്ലെങ്കിൽ അത് മുമസ്സഖാണ്, അതിൻ്റെ ആവശ്യമില്ല. അപ്പം തഹഖീഖ് നമുക്കില്ല, നമുക്ക് തഹഖീഖോടുകൂടി നമ്മൾ കിതാബ് ഓതി പഠിക്കണില്ല. അവിടെ പറഞ്ഞത് എന്താണെന്നത്, അതിൻ്റെ യാഥാർത്ഥ്യം എന്താണ്, എങ്ങനെയാണ് അവിടെ പറഞ്ഞതെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണില്ല. ഇത് മനസ്സിലാക്കാൻ നമ്മൾ സന്നദ്ധരാകണില്ല, അല്ലെങ്കിൽ അതിന് വേണ്ടി നമ്മൾ അധ്വാനിക്കണില്ല. ഇതാണെങ്കിൽ പണ്ഡിതന്മാർക്കൊക്കെ ഉണ്ടായിരുന്നത്. അപ്പോൾ ആരെങ്കിലും ഒരാൾ ചില ഇബാറത്തുകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമ്മളോട് പറയുമ്പോൾ അതിന് മറുപടി പറയാൻ നമുക്ക് സാധിക്കില്ല. അപ്പോൾ നമ്മൾ മേപ്പെട്ട് പോകേണ്ടി വരും. അപ്പോൾ അങ്ങനത്തെ ഒരു അവസ്ഥ ഇവിടെ ഉണ്ടാകാൻ പാടില്ല. ഞങ്ങൾ ഓരോരുത്തരും ഈ ദീനിന് വേണ്ടി ഖിദ്മത്ത് ചെയ്യേണ്ടവരാണ്, ഇതിനെ പ്രചരിപ്പിക്കേണ്ടവരാണ്, ഇതിനെതിര് വരുന്നതായ എല്ലാ വിമർശനങ്ങൾക്കും മറുപടി പറയേണ്ടവരാണ്. അപ്പോൾ ആ നിലക്ക് വിഷയങ്ങളൊക്കെ തഹ്ഖീഖ് ചെയ്ത് ഒരു മദ്രസയിലെ മുഅല്ലിമാണെങ്കിലും അവിടുത്തെ സദറാണെങ്കിലും പള്ളിയിലെ ഖത്തീബാണെങ്കിലും മുദരിസാണെങ്കിലും ഒക്കെ ഓരോ ഉത്തരവാദിത്തങ്ങളുണ്ട്. ആ ഉത്തരവാദിത്തം മനസ്സിലാക്കിക്കൊണ്ട് വിശുദ്ധമായ ദീനിന് വേണ്ടി പ്രവർത്തിക്കാനും അതിൻ്റെ ദഅവത്തിൻ്റെ മേഖലയിൽ സജീവമാവാൻ സമസ്ത കേരള ജമീയത്തുൽ ഉലമയുടെ ആശയങ്ങളും ആദർശങ്ങളും ഒക്കെ അതൊക്കെ ഇവിടെ പ്രചരിപ്പിക്കാനും അതിനുവേണ്ടി അതിൻ്റെ ലക്ഷ്യങ്ങളൊക്കെ ശേഖരിച്ചുകൊണ്ട് അത് അവതരിപ്പിക്കേണ്ട സ്ഥലത്ത് അവതരിപ്പിക്കാനൊക്കെ നിങ്ങളൊക്കെ തയ്യാറാവണം, നിങ്ങൾ സന്നദ്ധരാവണം. അതിന് വേണ്ട ക്ലാസ്സുകളൊക്കെ സംഘടിപ്പിക്കണം എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇപ്പോൾ നമ്മളെ മുന്നിലുള്ളത് 100ാം സമ്മേളനമാണ്, 100ാം വാർഷിക സമ്മേളനമാണ്. അതിൻ്റെ വിജയത്തിന് വേണ്ടി ഓരോരുത്തരും പ്രവർത്തിക്കണം. അതൊരു വലിയ ചരിത്ര സംഭവമായി കൊണ്ട് അല്ലാഹു കബൂൽ ചെയ്യട്ടെ. സുപ്രഭാതം എന്നുള്ളത് അത് സമസ്ത കേരള ജമീയത്തുൽ ഉലമയുടെ ആശയങ്ങൾക്കും അതിൻ്റെ തീരുമാനങ്ങൾ അതിൻ്റെ വാർത്തകൾക്കൊക്കെ ഏറ്റവും പ്രാധാന്യം നൽകുന്നതായ ഒരു പത്രമാണ്. അതോടുകൂടി നമുക്ക് ഈ രാജ്യത്തുള്ള എല്ലാ വാർത്തകളും പ്രസിദ്ധീകരിക്കേണ്ടി വരും. അത് ആ പ്രസിദ്ധീകരിക്കേണ്ട സ്വഭാവത്തിൽ നമ്മൾ പ്രസിദ്ധീകരിക്കും. ഇപ്പം എന്നോട് ചില ആളുകൾ വന്ന് പറഞ്ഞു, നിങ്ങളുടെ ചില ഇതൊക്കെ വളരെ ചെറുതായിട്ടാണ് ഇരിക്കുന്നത് ചില സംഗതി. ഞാൻ പറഞ്ഞു എൻ്റെ ചെറുതായിട്ട് ഒരു കുഴപ്പമില്ല, എന്നാലും ഞാൻ അതിൻ്റെ ചെയർമാനായിട്ട് ഞാൻ നിൽക്കുന്നതാണ്.
ഞാൻ പറഞ്ഞത് വലുതാക്കി എഴുതുന്നതാണ് വലുതാക്കി എഴുതുന്നത്. ഞാൻ പാർട്ടിയെ ചെറുതാക്കി ചെറുതാക്കി ഉണ്ടാവും. അത് ചെറുതാക്കി എഴുതിക്കോട്ടെ. ഞാൻ വലുതാകാൻ വേണ്ടിയല്ലല്ലോ സുപ്രഭാതത്തിൻ്റെ ചെയർമാനായിട്ടുള്ളത്. ഇവിടെ സമസ്ത കേരള ജമിയത്തുലമയുടെ ആശയങ്ങൾ ആദർശങ്ങളൊക്കെ അത് ജനങ്ങളിലേക്ക് എത്തിക്കണം. സമസ്തൻ്റെ നയം ജനങ്ങളിലേക്ക് എത്തിക്കണം. സമസ്ത കേരള ജമിയത്തുലമയോട് ബന്ധപ്പെട്ടപ്പോൾ ഇന്ന് ഈ പ്രൗഢിയുള്ള ഈ നോക്കുകയാണെങ്കിൽ ഏതെങ്കിലും ഒരു കസാലയുടെ ഒഴിവുണ്ടാവും. ഞാൻ അന്നെനിക്ക് വളരെ പ്രൗഢമായ നിലക്ക് ഇവിടെ ഒരു ഉലമാ സമ്മേളനം ഇവിടെ സംഘടിപ്പിക്കാൻ സമസ്ത കേരള ജമിയത്തുലമയുടെ ഈ കോഴിക്കോട് ജില്ലാ ഘടകത്തിന് സാധിച്ചു എന്ന് പറഞ്ഞാൽ അതൊരു അന്തസ്സല്ലേ നമ്മളെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ ഇത്ര വലിയൊരു സമ്മേളനം ഇവിടെ നടക്കുമ്പോൾ ഇതിൻ്റെ ഒരു ആ പ്രൗഢിയോട് കൂടി തന്നെയാണ് അത് കൊടുക്കേണ്ടത്. അത് ഞാൻ പ്രസംഗിച്ചു എന്നുള്ള നിലക്ക് കൊടുക്കണില്ല, വേറുള്ളവർ ഉദ്ഘാടനം ചെയ്തു എന്നുള്ള നിലക്കല്ല. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ വാർത്ത വലുതായി കൊടുക്കണം, എൻ്റെ ഫോട്ടോ കൊടുക്കണം എന്ന് നമുക്ക് ആവശ്യം. ഞാൻ സുപ്രഭാതത്തിൽ നിങ്ങൾ അതിൻ്റെ പിന്നെ ജോലിക്കാരോട് ചോദിച്ചാൽ അറിയാം. തങ്ങളെ ഏതെങ്കിലും ഒരു പ്രസംഗമോ അല്ലെങ്കിൽ എൻ്റെ ഏതെങ്കിലും ഒരു ഫോട്ടോ കൊടുത്തത് ശരിയായില്ല എന്നോ അല്ലെങ്കിൽ പ്രസംഗം കൊടുത്തത് ശരിയായി ഞാൻ പറഞ്ഞില്ല. അത് ഇന്ന പേജ് കൊടുക്കണമെന്ന് ഞാൻ എൻ്റെ ജീവിതത്തിൽ പറഞ്ഞിട്ടില്ല, ഇങ്ങോട്ട് പറയില്ല. ഞാൻ അത്ര വലിയൊരു പോത്തൊന്നുമല്ല, മനസ്സിലായില്ലേ? അല്ല എങ്ങനെയെങ്കിൽ ആരെങ്കിലും മൂച്ചുമേ കയറ്റിയാൽ ഇമ്മൊക്കെ കയറുന്ന ആളാണ് ഞാൻ എന്നോട് ആര് വന്ന് ഇപ്പോൾ ഒരു സ്ഥലത്ത് വരികയാണ്, ഇവിടെ വന്നിക്കുകയാണെങ്കിൽ ഇപ്പോൾ ഉമർ പൈസേനെ എന്നോട് നിങ്ങൾ പ്രസംഗിക്കണം എന്ന് പറഞ്ഞു. ഞാൻ അതേമാതിരി പ്രസംഗിക്കൂല. ഞാൻ അതിൻ്റെ എതിരെ പ്രസംഗിക്കുള്ളൂ. അല്ല നീ ഏത് പറഞ്ഞു നിൽക്കുക, ഹസ്രത്ത് പറഞ്ഞു നിൽക്കുക, നിങ്ങൾ ഇവിടെ ഞാൻ പറയില്ല. അത് ഞാൻ അതിൻ്റെ എതിരെ പറയുള്ളൂ. അപ്പം എനിക്കൊരു സ്വയം ഒരു നിലപാടും ഒരു നയമൊക്കെ ഉണ്ട്. അപ്പം ഞാൻ അതനുസരിച്ചാണ് എവിടെ ചെന്ന് പറയാം. അപ്പോൾ ഞാൻ ആരെങ്കിലും പറഞ്ഞത് കേട്ടുകൊണ്ട് പറയുന്ന ആളോ അല്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞതനുസരിച്ച് തുള്ളുന്ന ആളോ ഒന്നുമല്ല ഞാൻ, മനസ്സിലായില്ല. അതൊരു വിഡ്ഢിത്താണെന്ന് എനിക്കറിയാം, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ ഞാൻ എന്നെ പറ്റി വിഡ്ഢിയെന്നല്ലേ മനസ്സിലാക്കുക. അപ്പം നമ്മളൊക്കെ ലോകിക്കാരും സുഹൃത്തുക്കളും ആയിരിക്കും. പക്ഷേ ഇവർ പറഞ്ഞതനുസരിച്ച് ഞാൻ കൊയ്യാട് വെച്ച് കൊള്ളുമ്പോൾ പ്രസംഗം നടത്തി. അപ്പോൾ ആരോ പറഞ്ഞതാണ്. എനിക്ക് ആരും പറഞ്ഞതിൻ്റെ ആവശ്യമില്ല. ഞാൻ ആ സമയത്ത് കാന ശേഖ സംശലുലമായ ഹല്ലഫിയ കൽബി മൂപ്പരിൻ്റെ ഹൃദയത്തിൽ ഇറങ്ങി ഞാൻ എല്ലാവരോടും മറുപടി പറയുന്നത് അങ്ങനെയാണ്. ഞാനൊന്നും നോക്കി വന്നതല്ല. ഞാനന്ന് എൻ്റെ പല്ല് വേദനയായിട്ട് ഞാൻ എറണാകുളത്ത് എവിടെ എന്തോ അതിനൊക്കെ ശരിയാക്കിക്കൊണ്ട് തിരിച്ചു വരികയാണ് നാട്ടിലേക്ക്. ഞാൻ ഇന്നത് പറയണമെന്ന് വിചാരിച്ച് വന്നതല്ല. എനിക്ക് അന്ന് പ്രസംഗിക്കാൻ വേണ്ടി നിന്നപ്പോൾ എനിക്ക് ബഹുമാനപ്പെട്ടവർ എൻ്റെ ഹൃദയത്തിൽ ഇറങ്ങിയതുപോലെയാണ് എനിക്ക് തോന്നിയത്. ഞാൻ ഉസ്താദിനോടൊക്കെ എന്നോട് ചോദിച്ചവരോടൊക്കെ പറഞ്ഞിട്ടുണ്ടത്. അപ്പം ഞാൻ അങ്ങനെ ആരെങ്കിലും പറഞ്ഞതനുസരിച്ച് പറയും. ഇൻ്റെ കാര്യങ്ങൾ അത് അങ്ങനെ കൊടുക്കണം. ഞാൻ വരുമ്പോൾ നിങ്ങളെല്ലാവരും വീണിച്ചിക്കല്ലോ അല്ലെങ്കിൽ കുട്ടികൾ ദഫ് കൂട്ടിക്കൊള്ളു, ഇതൊന്നും എനിക്ക് ഇഷ്ടമുള്ള സംഗതിയല്ല. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ കുട്ടികൾ ദഫ് കൂട്ടുമ്പോൾ മുട്ടിപ്പോയിട്ടോ ഞാൻ മുന്നിൽ പോകാമെന്ന് പറയുന്നത്. അപ്പം ഞാൻ അങ്ങനത്തെ ഏതെങ്കിലും മൂച്ചിമലോ അല്ലെങ്കിൽ അങ്ങനത്തെ ഏതെങ്കിലും ഉത്തരത്തുമലൊന്നും കയറുന്ന ആളല്ല. അതുകൊണ്ട് നമുക്ക് പറയാനുള്ളത് വളരെ നമ്മളൊക്കെ ശരിക്ക് ഒരു യഥാർത്ഥ ദീനിൻ്റെ വിശ്വാസം, അതിൻ്റെ അഖീദകൾ, അതിൻ്റെ ആചാരങ്ങൾ, അതിൻ്റെ അനുഷ്ഠാനങ്ങളൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുന്നതായ അത് നമുക്ക് പഠിപ്പിച്ചു തരുന്ന ഒരു വലിയൊരു സംഘടനൻ്റെ പിന്നിലാണ് നമ്മൾ അണിനിന്നിട്ടുള്ളത്. അത് ദീനാണെന്ന് മനസ്സിലാക്കിക്കൊണ്ടിട്ട് ആ ദീനിൻ്റെ പ്രവർത്തനത്തിന് വേണ്ടി ഓരോരുത്തരും സന്നദ്ധരാവുക. അപ്പോൾ ആഖിറത്തിൻ്റെ അതിലെ സവാബ് നമുക്ക് ലഭിക്കപ്പെടും. അതിന് സവാബ് ലഭിക്കപ്പെടണമെന്നുണ്ടെങ്കിൽ അതിനാവശ്യമാവുന്നതായ ഇഖ്ലാസ്, നിയ്യത്തൊക്കെ നന്നാവണം, ഇഖ്ലാസ് നമ്മൾക്ക് ഉണ്ടാവണം. അങ്ങനെയല്ലേ? അതില്ലാഞ്ഞാൽ എന്താവില്ല, ഒരു കാര്യം ഉണ്ടാവില്ല. അവിടെ ചിലപ്പോൾ വട്ടപ്പൂജയായിരിക്കും. അപ്പോൾ അതുണ്ടാവരുത്. നമ്മളിപ്പോൾ നിങ്ങളെ ഇരുത്തം ഒരു ഇബാദത്തായി നിങ്ങൾ മാറ്റണം. അപ്പോൾ നമ്മളെ ഈ പ്രസംഗം ഒരു ഇബാദത്തായി മാറ്റണം, എനിക്ക് കഴിയണം. അപ്പോൾ ആ നിലക്ക് ആഖിറത്തിൽ നമ്മൾ ഹസനാത്തിൻ്റെ രേഖയിൽ ഇതൊക്കെ രേഖപ്പെടുത്തപ്പെടണം. ആ രേഖപ്പെടുത്തപ്പെടാൻ പറ്റിയ നിൽക്കേണ്ടതായ ഗുണങ്ങൾ അതിന് ഈമാനിൽ നിന്ന് ഉത്ഭൂതമാകണം ഈ പ്രവൃത്തികളൊക്കെ എന്നെല്ലാവരോടും ഉണർത്തിക്കൊണ്ടിട്ട് സമസ്തക്ക് വേണ്ടി നമുക്കൊരു സംഘടന ഉണ്ടല്ലോ, വളരെ അഭിമാനത്തോടുകൂടി പറയാൻ പറ്റുന്ന സംഘടനയ്ക്ക് ആളുടെ മുന്നിൽ വളരെ അഭിമാനത്തോടുകൂടി കൊണ്ടുനടക്കാൻ പറ്റുന്ന ഒരു പത്രമുണ്ട്. സുപ്രഭാതം ഇങ്ങനെ കൈ പിടിച്ച് കാണാൻ തന്നെ അത് കാട്ടിക്കാണ്ട് ഞാൻ ഒന്ന് വായിച്ചാട്ടെ എന്ന് എല്ലാവരും പറഞ്ഞു. തന്നെ ഞാൻ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ അവിടെ ആ വിശ്രമമാണ് ശ്രമിക്കുന്നത്. അപ്പോൾ അവിടെ പത്രം എടുത്തിട്ട് നമ്മൾ ചോദിക്കാറുണ്ട്, അപ്പോൾ എനിക്ക് സുപ്രഭാതം കൊടുക്കുന്നു. അപ്പോൾ എൻ്റെ അടുത്തൊരു ഹിന്ദുസ്ത്രീ ഇരിക്കുന്നുണ്ട്. എന്നോട് പറഞ്ഞു ഒന്നും ഇങ്ങോട്ട് തരുമോയെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞാൽ എടുത്തോളി വായിച്ചോളി തന്നെ. എന്നോട് പറഞ്ഞു ഞാൻ ഇതല്ലേ ഇത് വായിക്കരുത്, ഞാൻ വേറെ പത്രമാണ് വീട്ടിലിടല്ലേ. അപ്പോൾ എൻ്റെ അടുത്ത വീട്ടുകാരെ സുപ്രഭാതത്തിൻ്റെ ഏജൻറ്റ് അവൻ കൊടുത്തുകൊണ്ട് എന്നോട് ഇത് ഇടാൻ വേണ്ടി പറഞ്ഞു. അങ്ങനെ ഞാൻ എനിക്ക് വായിച്ചു നോക്കുമ്പോൾ എനിക്ക് മനസ്സിലായി ഇത് നല്ലൊരു പിന്നെ നിഷ്പക്ഷമായി വിഷയങ്ങളൊക്കെ ഇതിനൊരു പത്രമാണെന്നുള്ളത്. അപ്പോൾ ഇത് ഞാൻ രാവിലെ പത്രം നോക്കിയിട്ടില്ല, ഞങ്ങളെടുത്തത് കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങളെടുത്തോളൂ ഈ പത്രം എന്നാണ്. ഞാൻ വണ്ടി വന്ന് ഞാൻ പോകാമെന്ന് പറഞ്ഞ് ഞാൻ പോയിട്ട്. അപ്പോൾ അങ്ങനെയാണ്, അതൊരു ഉദ്യോഗസ്ഥയാണത്. അപ്പോൾ അവർക്ക് ആ സുപ്രഭാതം എന്നുള്ളത് നമുക്ക് അഭിമാനത്തോടു കൂടി ആ സുപ്രഭാതം ഇങ്ങനെ കാണിച്ചു കൊടുത്തുകൊണ്ട് തന്നെ ആളുകളുടെ അരിയിൽ കൂടി പോകാൻ പറ്റും, ആരും ഒന്നും പറയില്ല. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ എല്ലാവരും വരിക്കാനാവാൻ കഴിയണമെങ്കിൽ വരിക്കാനാവാം,
വരിക്കാരാവാൻ കഴിയണില്ലെങ്കിൽ വേറെ വരിക്കാരാക്കുക. മനസ്സിലായില്ലേ? ചില നാൾ ഒരുത്തം പറഞ്ഞു ഞാൻ ഇവിടെ ഉണ്ടാവില്ല, ഒരു 10-15ഓളം പത്രം പിന്നെ ഇവിടെ ഈ പാവപ്പെട്ടവരുടെ വീട്ടിലൊക്കെ ഇട്ടേക്ക് സുപ്രഭാതം എന്ന് പറയും. അപ്പോൾ അത് അങ്ങനെ ചില ആളുകളുണ്ട്. സുപ്രഭാതത്തിനെ സ്നേഹിച്ച് സുപ്രഭാതത്തിൻ്റെ പിന്നെ നന്മ മനസ്സിലാക്കിയ പലരും ഇവിടെ ഉണ്ട്. അപ്പോൾ ആരിതിനെ മുടക്കാൻ നിന്നാലും ഇതും മുടങ്ങൂല. ഇതൊക്കെ മനസ്സിലായി, അതെല്ലാവരും മനസ്സിലാക്കാം. അപ്പോൾ അതുകൊണ്ട് നമ്മൾക്ക് നിഷ്പക്ഷമായി ഞാൻ പറഞ്ഞല്ലോ, ഏതെങ്കിലും ഇപ്പോൾ നമ്മളെ സ്ഥാപനങ്ങൾക്കൊക്കെ രാഷ്ട്രീയ പാർട്ടികൾ പ്രതിഷേധമായിട്ട് വരിക, അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ തെമ്മാടാ ചെയ്തതൊക്കെ തെറ്റാണ്. ആ പ്രതിഷേധമായിട്ട് സ്ഥാപനത്തിലേക്ക് പോകേണ്ട ആവശ്യമില്ല. സ്ഥാപനത്തിനൊരു മാനേജ്മെൻ്റ് ഉണ്ട്. ആ മാനേജ്മെൻറ്റിനോട് സംസാരിക്കാൻ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ വല്ല മലിൻ്റെ പ്രശ്നങ്ങളോ മറ്റോ ഉണ്ടെങ്കിൽ എന്നിട്ട് പരിഹരിക്കപ്പെടുന്നില്ലെങ്കിലാണ് അതൊക്കെ ചെയ്യേണ്ടത്. അപ്പോൾ അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ശരിയായ ആ ദിശയിൽ കൂടിയാണ്, ആ റൂട്ടിൽ കൂടിയാണ് നമ്മൾ സഞ്ചരിക്കുന്നത്. അങ്ങനെ മരണം വരെ അങ്ങനെ സഞ്ചരിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. ഈ സമ്മേളനം അള്ളാഹു കബൂൾ ചെയ്യട്ടെ. ഈ സംഗമം അള്ളാഹു കബൂൾ ചെയ്യട്ടെ. ഇതിനു വേണ്ടി ഒരുപാട് ആളുകൾ ബഹുമാനപ്പെട്ട മുസ്ലിമൊക്കെ പറഞ്ഞ് പലരും സംഭാവന ചെയ്തിട്ടുണ്ട്. അവരൊക്കെ സംഭാവനകൾ അള്ളാഹു കബൂൾ ചെയ്യട്ടെ. ഇതൊക്കെ സമസ്തനെ സ്നേഹിക്കുന്നവരാണ്, അവർ സുന്നത്തി വൽ ജമാഅത്തിനെ സ്നേഹിക്കുന്നവരാണ്. അവരെ ഈ സംഭാവനകളൊക്കെ അള്ളാഹു കബൂൾ ചെയ്യട്ടെ. അവരോടൊക്കെ ബന്ധപ്പെട്ട എല്ലാം ഐസ്ക്രീമാണ് ഫലസ്തീൻ. പിന്നെ ഈ സലാമിന് ഫലസ്തീൻ്റെ പ്രശ്നമാണ് അവൻ്റെ മനസ്സിൽ എപ്പോഴും ഉള്ളത്. നമ്മൾ സലാമിന് ഞാൻ വിളിച്ചുകൊണ്ട് നിങ്ങൾ ഇതാക്കണ്ട. സലാം ഫൈസിയാണ്. അപ്പോൾ ഞാൻ സലാമിൻ്റെ ശിഷ്യനായതുകൊണ്ട് അങ്ങനെ വിളിച്ചു പോവുകയാണ്. വലിയ ആലിമ തന്നെയാണ്. അപ്പോൾ മൂപ്പർക്ക് ഈ ഫലസ്തീൻ പ്രശ്നം പറയണം എന്നാണ് പറയുന്നത്. അപ്പോൾ അത് പറയാനല്ല, ഫലസ്തീന് വേണ്ടി ദുആക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഫലസ്തീനിലുള്ളതായ ആ മുസ്ലിങ്ങൾക്ക് അവർക്ക് അഭിമാനത്തോടുകൂടി അന്തസ്സോടുകൂടിയൊക്കെ ജീവിക്കാനും ഫലസ്തീൻ രാഷ്ട്രം അത് ഒരു സ്വപ്നമാണ്, അത് സാക്ഷാത്കരിക്കപ്പെടട്ടെ. അതിനുവേണ്ട മാർഗ്ഗങ്ങളൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല എളുപ്പമാക്കി കൊടുക്കട്ടെ. എല്ലാവിധ ശർറുകളിൽ നിന്നും അല്ലാഹു അവരെ നമ്മളൊക്കെ കാത്തുരക്ഷിക്കട്ടെ. അല്ലാഹുമ്മ ഇന്നാ നഉദു ബിക മിൻ കുല്ലി വിജ്ഹ വബിസ്മിക അൽ-അദീം നിർവീഹിം മിനൽ